ഒന്നും സമ്പാദിക്കാതിരിക്കുക, ഏതെങ്കിലും പച്ചിലകളൊക്കെ ഭക്ഷിച്ച് ഏതെങ്കിലും മലഞ്ചെരുവിലൊക്കെ ധ്യാനമിരിക്കുക, ദുനിയാവിനോട് പൂർണ്ണമായ 3 തലാഖും ചൊല്ലുക, ഇത് മാത്രം പറഞ്ഞ് പരത്തപ്പെടുന്ന ഒരു 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 കൂട്ടരുണ്ട്, മുസ്ലിങ്ങളിലും അല്ലാത്തവരിലും. വേറൊരു കൂട്ടരാണെങ്കിലോ നേരെ തിരിച്ച, എല്ലാം സമ്പത്ത് വാരിക്കൂട്ടണം, എങ്ങനെ ആയാലും തിരക്കേടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമീപനം. അതാണ് ഇന്ന് ലോകത്ത് മികച്ചു നിൽക്കുന്നത്. ഇപ്പോൾ ഒരു ഉൽപ്പന്നം, സർക്കാർ നിരോധിച്ച ഒരു ഉൽപ്പന്നം, ഒരു രാഷ്ട്രത്തിൻ്റെ ഉൽപ്പന്നത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചെറിയ മക്കൾ തിന്നുന്ന ന്യൂഡിൽസ്, ഒരു രാഷ്ട്രം ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് ന്യൂഡിൽസ്. നമ്മളെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം അതിൽ മെർക്കുറിയോ അങ്ങനെ എന്തോ മറ്റോ ചേർത്തിട്ട് വിതരണം ചെയ്യാം. അപ്പം ഈ മക്കൾ ഇത് നാവിൽ രുചിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു സാധനത്തിന് രുചി ഉണ്ടാവില്ല. ഈ മക്കൾ ഇതന്നെ തിന്നും. അപ്പം ഈ ചെറിയ കുഞ്ഞുങ്ങൾ ഈ സാധനം, ഈ ഫുഡ് ഒരു നിശ്ചിത കാലം തിന്നാൽ വേറൊരു ഭക്ഷണം കഴിക്കൂല. നിങ്ങൾ എത്ര മൊഞ്ചിലുണ്ടാക്കി കൊടുത്താലും ടേസ്റ്റിലുണ്ടാക്കി കൊടുത്താലും കഴിക്കൂല. അവരിതന്നെ കഴിക്കുക. കുറേ കാലം ഇവർ ഭക്ഷിക്കുമ്പോൾ ഇവർക്ക് ക്യാൻസർ വരും. ഇത്ര 1000 ആളുകൾ ക്യാൻസർ രോഗികളായാൽ അതിൻ്റെ കീമോക്കും മറ്റൊക്കെ വരുന്ന മരുന്ന് ഉണ്ടാക്കുന്ന കമ്പനികൾ അപ്പോൾ തന്നെ കോൺട്രാക്ട് വെച്ചിരിക്കുക. ഒരു 25 കൊല്ലം കഴിയുമ്പോഴേക്ക് ഇത്ര ഗുളികയും മരുന്നും വേണ്ടി വരും. അതിപ്പോൾ തന്നെ അതിനുള്ള സെറ്റുകളൊക്കെ നോക്കൂ. നിങ്ങൾ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം. ഒന്ന് തീരെ കാശ് വേണം. ഇസ്ലാം അതിൻ്റെ നടുക്കാണ്. ഇസ്ലാം അതിൻ്റെ ഒത്ത നടുക്കിലാണുള്ളത്. നമ്മൾ പ്രാർത്ഥന തന്നെ എന്താ? വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവിലും ഹസനത്ത് വേണം, പരലോകത്തും ഹസനത്ത് വേണം. ദുനിയാവിലെ ഹസനത്താണ് ആദ്യം പറയുന്നത്. ഇത് ഖുർആനിലുള്ള പ്രാർത്ഥനയാണ്. ഹജ്ജിൽ സ്ഥിരപ്പെട്ട ഏറ്റവും ആധികാരികമായ പ്രാർത്ഥനയും ഇത് തന്നെയാണ്. ഏറ്റവും നിർണായകമായ സമയത്ത് ഹജ്ജിൽ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയും ഇതാ. ദുനിയാവിൽ ഹസനത്ത് വേണം എന്നാണ്. ആ ഹസനത്ത് എന്താണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച് നമ്മൾ ഞെട്ടിപ്പോ. അത്രയും ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സന്ദർഭത്തിലും പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ കാണാം, വഅസ്ലിഹ് ലീ ദുനിയായല്ലത്തി ഫീഹാ മആശി. എൻ്റെ ഉപജീവനമുള്ള ദുനിയാവ് നീ എനിക്ക് നല്ല നിലക്കാക്കി തരണേ റബ്ബേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖ, സന്മാർഗവും തഖ്വയും, വൽ അഫാഫ്, മാന്യതയും, വൽ ഗിന, ഐശ്വര്യവും. ആരാന്റെ മുമ്പിൽ കൈനീട്ടുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ ഐശ്വര്യം നൽകണമേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരണം തേടിയിരുന്നത് വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹ്രിർ റിജാൽ, കടം വന്ന് കുമിഞ്ഞു കൂടുന്നതിൽ നിന്ന്, അതുപോലെ തന്നെ ആളുകളുടെ അന്യായമായ ആധിപത്യത്തിൽ നിന്ന്. അപ്പോൾ കടം ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ചില ആളുകൾ ഹദീസായിട്ട് പറയുന്നത് ഹദീസല്ല, ഒരു ആപ്തവാക്യമായിട്ട് പറയാം. യഅമൽ ലിദുനിയാക കഅന്നക തഈശു അബദ. നീ നിന്റെ ദുനിയാവിന് വേണ്ടി പണിയെടുക്കുമ്പോൾ കാലാകാലവും നീ ജീവിക്കും എന്ന നിലക്ക് പണിയെടുക്കണം. ഒരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ തട്ടിക്കൂട്ട് വീടല്ല, നല്ല ഉറപ്പുള്ള വീട്. നീ ഒരു കൃഷി ചെയ്യുമ്പോഴും, നീ ഒരു വർക്ക് ചെയ്യുമ്പോഴും, ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോഴും, ഒരു വ്യവസായശാലയാവട്ടെ, കാലാകാലവും നീ ഇവിടെ ജീവിക്കും എന്നുള്ള നിലക്ക് വേണം നീ നിന്റെ ദുനിയാവിന് വേണ്ടി പണിയെടുക്കാൻ. അത് നിർത്തിയില്ല. വഅമൽ ലി ആഖിറതിക കഅന്നക തമൂതു ഗദ. അതോടൊപ്പം തന്നെ നീ ശ്രദ്ധിക്കണം, നാളെ നീ അങ്ങോട്ട് മരിക്കുകയാണെങ്കിൽ ആ ബോധത്തോടു കൂടിയായിരിക്കണം. അപ്പോൾ ദുനിയാവും ആഖിറവും വളരെ മനോഹരമായി സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇസ്ലാം സമ്പത്തിനെ സംബന്ധിച്ച് നമുക്ക് നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകൾ. അപ്പം അതുകൊണ്ട് സമ്പത്തിൻ്റെ മറ്റൊരു പ്രാധാന്യം, മനുഷ്യന് സമ്പത്തിനെ സ്നേഹിക്കുന്നയാളും ഇഷ്ടമുള്ള ആളുമാണ്.
അതുകൊണ്ടാണ് മാല് എന്ന് പേര് വന്നതെന്ന. മാല യമീലു എന്ന് പറഞ്ഞാൽ ചാഞ്ഞു എന്നാണ് അറബി ഭാഷയിൽ. മാല യമീലു മൈൽ, മൈൽ എന്നാൽ ചായ്വ്. മനുഷ്യന്റെ മനസ്സെപ്പോഴും മാലിനോട്, സമ്പത്തിനോട്, അതിനോടായിരിക്കും ആഭിമുഖ്യം, ചായ്വ് അതിനോടായിരിക്കും. അപ്പോൾ ഖുറാനിൽ തന്നെ വേറെ സ്ഥലത്ത് കാണാം, വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, നിങ്ങൾ സമ്പത്തിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, അവൻ സമ്പത്തിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ ഖുറാനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ഈ സമ്പത്ത് ശരിക്ക് ഉപയോഗപ്പെടുത്തിയാൽ ഒരാൾക്ക് വലിയ ഭാഗ്യമാണ്. ഇഹലോകത്തും ഭാഗ്യമാണ്, പരലോകത്തും ഭാഗ്യമാണ്. ചില സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, റസൂലെ, പലരും എന്തൊക്കെയോ നന്മകൾ ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം അങ്ങനെ വാരി കൂട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് കുറേ ദിക്റുകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. കുറേ ദിക്റുകൾ, പ്രാർത്ഥനകളും ദുആകളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത്. ഇത് ആ സഹാബിമാരുടെ കൂട്ടത്തിൽ നല്ല സമ്പന്നരായ സഹാബിമാർ ഇത് കേട്ടു. ഇത് കേട്ടിട്ട് ഓലും ദിക്റ് പഠിച്ചു. അപ്പൊ സഹാബിമാർ പറഞ്ഞു, അല്ല, നിങ്ങൾ പഠിപ്പിച്ചു തന്നത് ഓലും കേട്ട് പഠിക്കാൻ തുടങ്ങി. ഇപ്പൊ ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് മത്സരിച്ചിട്ടുണ്ട്, ഓലാ ജയിക്കുക. കാരണം ഒരു സദഖ ചെയ്ത കൂലിയും കിട്ടും, സക്കാത്ത് കൊടുത്ത കൂലിയും കിട്ടും, ദിക്റും ദുആയും ഒക്കെ ചെയ്യുന്ന അതും കിട്ടും, ഓൽക്ക് ജിഹാദിന്റെ കൂലിയും കിട്ടും. അവന് അത് അള്ളാഹു അവൻ്റെ അനുഗ്രഹം അവന് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നതാണ്. അപ്പൊ അള്ളാഹു ഒരാൾക്ക് നിഅമത്ത് കൊടുക്കുക, സമ്പത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഫളിലാണ്, അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം പരീക്ഷണവും കൂടിയാണ്. അവിടെയാണ് നമ്മൾ തോറ്റുപോകാൻ പാടില്ലാത്തത്. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു, അള്ളാഹു തന്നെ പഠിപ്പിച്ചു, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് ഫിത്നയാണ്, പരീക്ഷണമാണ് എന്ന്. അപ്പം അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയിട്ട്, ഒരു കാലം വരും, മൽ ഫഖ്റ അഖ്ശാ അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ദാരിദ്ര്യം വന്ന് പിടികൂടുമോ എന്നല്ല ആശങ്കിക്കുന്നത്, ഭയപ്പെടുന്നത്, വലാകിൻ അഖ്ശാ അൻ തുബ്സത അലൈക്കുമുദ് ദുനിയാ, നിങ്ങൾക്ക് മേൽ ദുനിയാവ് മലർക്കെ തുറക്കപ്പെടുമെന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. കമാ ബുസിതത് അലാ മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമൂഹത്തിന് ഈ സമ്പത്തിന്റെ എല്ലാ കവാടങ്ങളും തുറക്കപ്പെടുത്തതുപോലെ, ദുനിയാവിൻ്റെ എല്ലാ മേഖലകളും അവർക്ക് തുറക്കപ്പെട്ടതുപോലെ, ഫതനാഫസൂഹാ കമാ തനാഫസൂഹാ, അവരതിനു വേണ്ടി മത്സരിച്ചതുപോലെ നിങ്ങളും അതിനു വേണ്ടി മത്സരിക്കും. വതുഹ്ലികകും കമാ അഹ്ലകതുഹും, ആ സമ്പത്തിനോടുള്ള ആർത്തിയും മത്സരവും അവരെ നശിപ്പിച്ചതുപോലെ നിങ്ങളെയും നശിപ്പിക്കുമോ എന്നേ ഞാൻ ഭയപ്പെടുന്നുള്ളൂ. കാശ് ഇല്ലാതായി പോകുന്നതിനെ പറ്റി എനിക്ക് പേടിയില്ല. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, സമ്പാദിക്കണമെന്നും ഇസ്ലാമിൻ്റെ കൽപ്പനയാണ്, അധ്വാനിക്കണമെന്നും ഇസ്ലാമിൻ്റെ കൽപ്പനയാണ്. ഞാനൊരിക്കൽ കൃഷിയെ സംബന്ധിച്ച്, ഇസ്ലാമിൻ്റെ സമീപനത്തെ സംബന്ധിച്ച് ഇങ്ങനെ കിതാബുകൾ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവം അങ്ങോട്ട് ഇപ്പോഴും എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ തോന്നുന്നില്ല. പക്ഷേ നല്ല സ്വഹീഹായ സനദോടുകൂടിയുള്ള ചരിത്രരേഖയാണ്. ഇമാം ഇബ്നു അസാക്കിർ റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം പറയുകയാണ്, അബ്ദുല്ലാഹിബിൻ അംർ ബിൻ അൽ ആസിന് ഒരു തോട്ടം ഉണ്ടായിരുന്നു മദീനയിൽ. മഹാനായ സഹാബി അബ്ദുല്ലാഹിബിൻ അംർ ബിൻ അൽ ആസ്, ദഖല അംർ ബിൻ അൽ ആസ് ഫീ ആയിത്തിൻ ബിത്തായിഫി, തായിഫിൽ അംർ ബിൻ അൽ ആസ്, അബ്ദുല്ലാഹിബിൻ അംർ അല്ല, അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു തായിഫിൽ ഒരു തോട്ടം ഉണ്ടായിരുന്നു. യുഖാലു ലഹു അൽ വഹത്ത്, ആ തോട്ടത്തിന്റെ പേര് വഹത്ത് എന്നായിരുന്നു. ഫീഹി, ആ തോട്ടത്തിൽ അൽഫി ഖശബ, 1000 × 1000
താങ്ങ് എന്നുവെച്ചാൽ 1 മില്യൺ കുത്തു കൊടുക്കുന്ന മുന്തിരിത്തോട്ട. നിങ്ങൾ കണ്ടിട്ടോ വലിയ മുന്തിരിത്തോട്ടത്തിൽ ഇങ്ങനെ പന്തൽ കെട്ടാൻ വേണ്ടി കുത്തു കൊടുത്തത്. 1 മില്യൺ തൂണ് കുത്തു കൊടുത്തിട്ട് ഇങ്ങനെ പന്തൽ കെട്ടിയത് 1 മില്യൺ തൂണ്. ഇത് സഹാബീന്റെ തോട്ടത്തിന്റെ വലിപ്പമായി പറയണത്. നമ്മളാകെ കേട്ടതെന്താ? നമ്മളാകെ കേട്ടത് പട്ടിണി കിടക്കുന്നതും അതേപോലെ തന്നെ യുദ്ധത്തിൽ കഫൻ ചെയ്യാൻ തുണിയില്ലാതായിപ്പോയതും അതൊക്കെ ഉണ്ട് ഒരു ഭാഗത്ത്. അതൊക്കെ ഉള്ളതോടൊപ്പം തന്നെ ഈ ഭാഗത്ത് ഇങ്ങനെയുമുണ്ട്. അല്ലാതെ ഈ കുറേ എരപ്പാളികളുടെ സമൂഹമല്ല ഇസ്ലാമിക സമൂഹം. പണ്ട് മുതലേ അങ്ങനെയാണ്. കുറേ യാചകരുടെ സമൂഹമല്ല. എല്ലാ കാലത്തും അതുണ്ടാവും. അപ്പൊ അതുകൊണ്ട് 10 ലക്ഷം തൂണ് കുത്തുകൊടുത്ത ഒരു മുന്തിരിത്തോട്ടത്തിന്റെ വലുപ്പത്ര ഉണ്ടാവും. എന്നിട്ട് അതിലുണ്ടാകുന്ന മുന്തിരി ഉണക്കിയിട്ട് കൂമ്പാരമാക്കി വെച്ചതിനെ പറ്റിയൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. നമ്മളെ കൃഷിയല്ല നമ്മളെ വിഷയം, അതുകൊണ്ട് ഞാനങ്ങോട്ട് കടക്കുന്നില്ല. അതൊക്കെ സഹാബിമാരുടെ കാലത്താ. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന് അനന്തരാവകാശം പങ്കുവെച്ചപ്പോ സഹീഹുൽ ബുഖാരിയിൽ അടക്കമുണ്ട്. അത് മൊത്തം കണക്കൂട്ടി നോക്കുമ്പോ 4 ഭാര്യമാരുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ ആ കണക്കിനെ പറ്റിയിട്ട് രേഖപ്പെടുത്തപ്പെട്ടത് ഇങ്ങനെ കാണാം നമുക്ക്. നസീബു സൗജാത്തിൽ 48 ലക്ഷം ഭാര്യമാരുടെ അനന്തരാവകാശമായിട്ട് ഭാര്യമാർക്ക് കിട്ടിയിരുന്നു മൂപ്പര് ഷഹീദായപ്പോ. മൊത്തം അദ്ദേഹത്തിന്റെ സ്വത്ത്, ആ 1/3 സ്വത്ത് വസിയത്ത് ചെയ്തുകണ്. 1/3 സ്വത്ത് വസിയത്ത് ചെയ്തുകണ്. അദ്ദേഹത്തിന്റെ കടം, ഇത്രയും മില്യൺ സ്വത്തുണ്ടായിരുന്ന ഭാര്യമാരുടെ അനന്തരാവകാശം തന്നെ 4 മില്യൺ ഉണ്ടായിരുന്ന ഈ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കട എത്ര നിറങ്ങള്? 1,200,000 ലക്ഷം. അപ്പൊ ഇതിങ്ങനെ പഠിപ്പിച്ചപ്പോൾ ഞങ്ങൾ ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, അല്ല ഉസ്താദെ, ഇത്ര മില്യൺ സ്വത്ത് അനന്തരാവകാശം വീതിക്കാൻ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനെന്തിനാ ഇത്ര വലിയ കടം? അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഈ സഹാബിമാരുടെ ഒരു സൂക്ഷ്മത നോക്കി നിങ്ങൾ. അദ്ദേഹം പറയുന്നതാണ്, ഷേഖ് സാലോസ്, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ, വലിയ പണ്ഡിതനായിരുന്നു ഖത്തറിൽ. അദ്ദേഹം മരിച്ചുപോയി. അതാ വലിയ വലിയ ഷേഖുമാരത്തിൽ നിന്ന് ഇൽമു പഠിക്കാൻ കിട്ടിയൊരു ഭാഗ്യം. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, അത് നിങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പഠിക്കണം മോനെ. അദ്ദേഹത്തിന്റെ അടുത്ത് കാശ് വെക്കാൻ കൊടുക്കും ആളുകൾ. അന്ന് ബാങ്കൊന്നുമില്ലല്ലോ. അപ്പൊ ഈ അമാനത്തായിട്ട് വെക്കാൻ കൊടുത്താൽ ഈ അമാനത്തായി കൊടുത്ത സംഖ്യ അയാളുടെ കാരണം കൊണ്ട് അല്ലാണ്ട് നഷ്ടപ്പെട്ടു പോയാൽ അയാൾ അതിന് ഉത്തരവാദിയല്ല. ഉദാഹരണമായിട്ട് ഞാൻ മുസ്താഖ് ഡോക്ടറെ അടുത്ത് 1,00,000 ഉറുപ്പ്യ നിങ്ങളൊന്നൊന്ന് സൂക്ഷിക്കണം, ഞാനൊന്ന് വിദേശ യാത്രക്ക് പോവാന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഏൽപ്പിച്ചു എന്ന് വിചാരിക്കുക. അദ്ദേഹം അത് ഭദ്രമായി വീട്ടിൽ വെച്ചു. അദ്ദേഹം പുറത്തെവിടെ പോയപ്പോൾ വീട്ടിൽ കള്ളം കയറി അത് കൊണ്ടുപോയി. അദ്ദേഹം നല്ല ഭദ്രമായി പൂട്ട് ലോക്കറിലൊക്കെ ഇട്ട് നമ്പറൊക്കെ വെച്ച് എല്ലാം വെച്ചിട്ടാ ചെയ്ത്. CCTV അടക്കം വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പൊട്ടിച്ചു കളഞ്ഞ് വിദഗ്ധനായ ഒരു കള്ളം വന്ന് അത് അദ്ദേഹത്തിന് എടുത്തു കൊണ്ടുപോയി. ഞാൻ യാത്രയും കഴിഞ്ഞ് വന്ന് അദ്ദേഹത്തോട് 1,00,000 ചോദിച്ചാൽ അദ്ദേഹത്തിന് എന്നോട് പറയാം, മൗലവി അത് കള്ളം കൊണ്ടുപോയി എന്ന് പറയാം. ഞാനത് സഹിച്ചോളണം. അതേസമയം ഞാൻ അദ്ദേഹത്തിന് 1,00,000 ഉറുപ്പ്യ കടം കൊടുത്തെന്ന് വിചാരിച്ചോളി. ഞാൻ കടം കൊടുത്ത് 1 മാസം കഴിഞ്ഞ് ഞാൻ വന്നിട്ട് ചോദിച്ചു അദ്ദേഹത്തോട്, അല്ല നിങ്ങളെ 1,00,000 കടം തന്നീനല്ലോ, അതെവിടെ? അത് കള്ളം കൊണ്ടുപോയി എന്ന് പറയാൻ പറ്റൂല. കള്ളം കൊണ്ടായാലും ശരി, ഭൂമി കുലുങ്ങിയാലും ശരി, എൻ്റെ 1,00,000 അദ്ദേഹം തരണം. അതാണ് കടം വാങ്ങിയാലുള്ള വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് കാശ് ആളുകൾ വെക്കാൻ വേണ്ടി അമാനത്തായിട്ട് കൊണ്ടുപോയി കൊടുത്താൽ അദ്ദേഹം ഈ പാവങ്ങളോട് പറയും, നിങ്ങളുടെ അടുത്ത് ഉള്ള ചില്ലറ എൻ്റെ അടുത്ത് കൊടുന്ന് വെക്കുക എന്നല്ലേ. അവിടെ അമാനത്തായിട്ട് രേഖപ്പെടുത്തണ്ട. ഇത് ഞാൻ നിങ്ങളോട് കടം വാങ്ങിയതുപോലെ രേഖപ്പെടുത്താം. എന്നാ ഞാൻ മരിച്ചാൽ അനന്തരാവകാശം വീതിക്കുന്നതിന് മുമ്പ് എൻ്റെ സ്വത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ള കടം അതാണ് കിട്ടും. അതാണ് നിങ്ങൾക്ക് ഗ്യാരണ്ടി, അതാണ് സേഫ് എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് അത്രയും കടം വന്നത് എന്ന് ഉസ്താദിനോട് പറഞ്ഞു. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കും, ഇവരുടെയൊക്കെ ഒരു ഈമാൻ എത്രേ.
അപ്പൊ ഇവിടെ രണ്ട് സംഗതികൾ. സഹാബിമാരുടെ കൂട്ടത്തിൽ അതിസമ്പന്നന്മാരായ സഹാബിമാരുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നിടത്ത് അവർ കാണിച്ചിരുന്ന സൂക്ഷ്മതയും കരുതലും എത്രത്തോളമുണ്ട് എന്നും അദ്ദേഹം പഠിപ്പിക്കുന്നു. എന്താ കാരണം? കാരണം ഒരാളങ്ങ് മരിച്ചാൽ രണ്ട് മുസീബത്ത്. ഇദാ മാത്തൽ ഇൻസാനു യുസാബു ബി മുസീബത്തൈനി, രണ്ട് മുസീബത്താണ് ഉണ്ടാകുക. ഒന്ന്, അന്നഹു യത്റുകു മാലഹു കുല്ലഹു, അവന്റെ സ്വത്ത് മുഴുവൻ ഇവിടെ വെച്ചിട്ടാൻ പോവുക. സ്വത്ത് മുഴുവൻ ഇവിടെ വെച്ചിട്ടാ പോവുള്ളൂ. എങ്ങനെയാണോ വന്നത് അതുപോലെ പോവുള്ളൂ. ഉൻദുർ ലിമൻ മലക്കദ് ദുനിയാ ബിഅജ്മഇഹ ഹൽ റാഹ മിൻഹാ ബിഗൈരിൽ ഖുത്നി വൽ കഫനി. കവി പറഞ്ഞതാ, ഉൻദുർ ലിമൻ മലക്കദ് ദുനിയാ ബിഅജ്മഇഹ, ലോകം മുഴുവനും വാരിക്കൂട്ടിയ ഒരു സമ്പന്നനെ നിങ്ങൾ നോക്കൂ. ഹൽ റാഹ മിൻഹാ ബിഗൈരിൽ ഖുത്നി വൽ കഫനി, ആ കഫൻ പുടവയും കുറച്ച് പരുത്തിയും പഞ്ഞിയും അല്ലാതെ വേറൊന്നും കൊണ്ടുപോയിട്ടുണ്ടോ? അപ്പൊ അതുകൊണ്ട് പണം എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ടാ പോവുക. രണ്ടാമത്തെ മുസീബത്ത്, ഈ ഉപേക്ഷിച്ചാലോ ഓഡിറ്റിങ് അയാളോട് ആ മലക്കുകൾ ഓഡിറ്റ് ചെയ്യുക. ഓഡിറ്റിങ്ങിന് ഉത്തരം പറയേണ്ടത് മാനേജർ അയാളാണ്. അത് ഇവിടെ ഇട്ടേച്ച് പോയതിനും കൊടുത്തതിന് എല്ലാത്തിൻ്റെയും കണക്ക് യുസ്അലു അൻ മാലിഹി കുല്ലിഹി, സമ്പത്തിനെ സംബന്ധിച്ച് മുഴുവനും ചോദിക്കപ്പെടും എന്നാണ്. അന്യായമായ ഒരു ചപ്പാത്തി കഷ്ണം തിന്നുന്നതിന് ആ ഉത്തമകാലത്തെ സ്ത്രീകളടക്കം സൂക്ഷ്മത കാണിച്ചിരുന്നു. അതാ ഞാൻ പറഞ്ഞ്, ഒരു ഭാര്യ ചപ്പാത്തി ഇങ്ങനെ പരത്തി ഇങ്ങനെ വെച്ചിരിക്കുക. ഭർത്താവ് മരിച്ചു എന്നുള്ള വിവരം വന്ന് ചപ്പാത്തി ഇങ്ങനെ ചുട്ട് കുറെ പരത്തുന്ന് കുറെ ചുടുന്ന് ഇങ്ങനെ അട്ടിക്ക് വെച്ചിരിക്കുക. ഭർത്താവ് മരിച്ചു എന്നുള്ള വിവരം വന്നപ്പോൾ ആ സ്ത്രീ കയ്യും വന്ന് പൊടിയൊക്കെ തൊട്ടിട്ട് അങ്ങോട്ട് മാറ്റിച്ച്. എന്നാൽ എൻ്റെ ഭർത്താവ് മേടിച്ച് കൊണ്ടുവന്ന ഗോതമ്പത്തിൻ്റെ പൊടിയുടെ ചപ്പാത്തിയാണിത്, എൻ്റെ അല്ല അത്. എനിക്ക് അതിൽ 8-1 അവകാശമുള്ളൂ. 8 ചപ്പാത്തി ഞാൻ ചുട്ടിട്ടുണ്ടെങ്കിൽ ഇനി എനിക്ക് അതിൽ ഒരു ചപ്പാത്തിക്ക് അവകാശമുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പൊരുത്തണമെങ്കിൽ എനിക്കത് ജായിസാവുള്ളൂ. പ്രിയമുള്ളവരെ, പലിശ വാങ്ങലും കൊടുക്കലും നമ്മളെ അല്പം ഉണ്ടായിന്ന് വരൂല. അതുപോലെ മോഷ്ടിക്കുന്നവർ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടായിന്ന് വരൂല. അശ്രദ്ധമായിട്ട് പടച്ചവൻ്റെ അടുത്ത് വെറുതെ കുറ്റം വാങ്ങുന്ന പോലെ നമ്മളെ കൂട്ടത്തിലുണ്ടാവും. എന്നോട് കഴിഞ്ഞ മാസം ഒരാൾ വിളിച്ചിട്ട് പറയുക, വാപ്പ മരിച്ചിട്ട് 10 കൊല്ലായി, സ്വത്തൊന്നും വീതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉമ്മ മരിച്ചു, ഇപ്പൊ വാപ്പയും മരിച്ചു ഉമ്മയും മരിച്ചു, ഇതുവരെ സ്വത്ത് വീതിച്ചിട്ട് ഇനി വീതിക്കണം എന്നുണ്ട്. ഞാൻ പറഞ്ഞു, എന്തിനാ നിങ്ങൾ ഇത്ര തിരക്കൂട്ടണ്? അത്ര സ്പീഡിൽ വീതിക്കണ്ടില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളെ ഉമ്മാക്ക് നിങ്ങൾ കൊടുത്തീനോന്ന് ചോദിച്ചു. ആ വാപ്പാന്റെ അക്കൗണ്ടിൽ 80 ലക്ഷം ഉണ്ടായിരുന്നു വിചാരിക്കുക. 10 ലക്ഷം ആ മരിച്ചു പോയ ഉമ്മാൻ്റെതാ. ആ ഉമ്മാക്ക് എന്തെല്ലാം ബോധി ഉണ്ടാവും. ഉമ്മ ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവും, മക്കളെ ഒരു ഉമ്രയും കൂടി ചെയ്യാൻ എനിക്ക് ബോധിയുണ്ട്, 1 ലക്ഷം വേണ്ട ഒരു ഉമ്ര പോവാൻ ചെയ്യാൻ. ആ ഉമ്മാൻ്റെ അടുത്ത് പല നല്ല കാര്യങ്ങൾക്ക് ആളുകൾ പൈസക്ക് പിരിവിനൊക്കെ വന്നിട്ടുണ്ടാവും. മക്കളെ എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഞാൻ തരുവേനു, ഇല്ലാണ്ടായിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. 10 ലക്ഷത്തിൻ്റെ ഉടമയായി പറയണത്. ഈ സ്വത്ത് മുഴുവനും ആ ഉമ്മ അനുഭവിക്കാതെ പോയി. ഞാൻ അയാളോട് പറഞ്ഞ്, നിങ്ങളെല്ലാ അനന്തരാവകാശികളും എല്ലാ മക്കളും നാളെ അള്ളാന്റെ മുമ്പിൽ ആ ഉമ്മ നിങ്ങൾക്കെതിരെ സംസാരിച്ചാൽ മറുപടി പറയേണ്ടി വരും. ഒരാൾ മരിക്കുന്നതോടുകൂടി നിങ്ങൾ വീതിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി അവരുടേതായി മാറി. ഞാൻ ഇന്ന് മരിച്ചാൽ എൻ്റെ സ്വത്തിൻ്റെ 6-1 എൻ്റെ ഉമ്മാക്കും 6-1 എൻ്റെ ഉപ്പാക്കുമായി, 8-1 എൻ്റെ ഭാര്യക്കായി. അതിന് എൻ്റെ മക്കളുടെ സാമർഥ്യം കൊണ്ട് വീതിക്കാതെ ഓരെന്നെ അങ്ങനെ അതുകൊണ്ടൊക്കെ എന്താവുന്ന നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് തീരും.
അപ്പൊ അതുകൊണ്ട് ചില ആളുകളൊക്കെ പറയുമ്പോൾ ഓൽക്കെന്തോ ഒരു എന്താ ഇപ്പൊ ഇന്നലാണ് മരിച്ചിട്ടുള്ളത്, ഇന്ന് സ്വത്താ. കൂട്ടരെ, ഇത് നിങ്ങളെ സ്വത്തല്ല, ഇത് അവരുടേതായി കഴിഞ്ഞു. അതുകൊണ്ട് ആ ഒരു തെങ്ങിന്റെ മുകളിൽ ഒരു തേങ്ങ പറിച്ചാൽ ബാക്കിയുള്ളവർക്ക് പൊരുത്തല്ലെങ്കിൽ മനസ്സിലായിക്കോളി, ലാ യദ്ഖുലുൽ ജന്നത ലഹ്മുൻ നബത മിനസ് സുഹ്തി. ഹറാമായ വഴിയിലൂടെ വളർന്ന ഒരു കോശം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് നരകത്തിൽ പോയി കരിഞ്ഞ് അനുഭവിച്ച ശേഷം പിന്നെ സ്വർഗത്ത് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാരായ ഭർത്താക്കന്മാര് രാവിലെ ഇറങ്ങിപ്പോകുമ്പോ സലഫുസ്സാലിഹ്യങ്ങളുടെ ഭാര്യമാര് പറയുമായിരുന്നു, ചിലപ്പം വീട്ടില് കച്ചവടമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, ചിലപ്പം പട്ടിണി ആയിരിക്കും, ഏടെങ്കിലും പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുക. അപ്പൊ ഭാര്യയും മക്കളും അടുത്ത് നടത്തുന്നു, എങ്ങോട്ടാ പോണത്? പോണൊക്കെ ശരി, ഇയ്യാക വൽ കസ്ബൽ ഹറാം. ഇമാം ഖസാലി ഇഹ്യാഉൽ ഉലൂമിൽ എഴുതി വെക്കുക. അവര് പറയായിരുന്നു, ഇയ്യാക വൽ കസ്ബൽ ഹറാം, ഹറാമായ ഒരു മണി പറ്റും, നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നിട്ടോ. ഫഇന്നനാ നസ്ബിറു അലൽ ജൂ', ഞങ്ങൾ പട്ടിണി കടന്നോളാം. വലാകിന്നനാ ലാ നസ്ബിറു അലന്നാർ, നരകത്ത് പോവാൻ ഞങ്ങൾക്ക് കഴിയില്ല, നരകം ഞങ്ങളെ കൊണ്ട് സഹിക്കാൻ കഴിയില്ല എന്ന് ഭർത്താക്കന്മാരോട് പറയാറുണ്ടായിരുന്നു. ഇന്ന് നേരെ തിരിച്ചാ, ഭാര്യമാരായിരിക്കും ചിലപ്പം ഭർത്താക്കന്മാര് അവിഹിതമായി സമ്പാദിക്കുന്നതിൻ്റെ ഒരു കാരണം. നിങ്ങളെന്താ ഇങ്ങനെ നടക്കുന്നത്? അങ്ങട്ടേലൊക്കെ നോക്കിയില്ലേ, എന്തോരം പ്രൗഢിയിലും പത്രാസിലും അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഇന്ന് നാട്ടിലൊന്നല്ലേ ജീവിക്കുന്നത്, ഇങ്ങനെ മതിയാ എന്നെല്ലാം ചോദിക്കും. ഈ മനുഷ്യൻ എന്താക്കും? അപ്പോൾ ലോൺ എടുക്കും. വലിയ ഒരു ദീനീ നിഷ്ഠയുള്ള വലിയൊരു ഒരു സമ്പന്നനായ ഒരാളുടെ മകൻ മരിച്ചു. ആ മകൻ മരിച്ചപ്പം മില്യൺ കണക്കിന് കാശ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. വാപ്പ വലിയ നല്ല ദീനി ഇതുള്ള ആളാണ്, അങ്ങനെ പറ്റിക്കുന്ന ആളൊന്നുമല്ല. ഇദ്ദേഹത്തെ എല്ലാവരും ചെന്നിട്ട് സാമ്പത്തികമായി അവലംബിക്കുന്നയാളാണ്. ഞാനൊരു നല്ല ബന്ധാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മകൾ എന്നെ ഉണ്ട് ഒരിക്കൽ വിളിക്കുന്നത്, മൗലവി വാപ്പ 1 കോടി ഉറുപ്പ്യ ലോൺ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ സലാം അടക്കണതിന് മുമ്പ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. അപ്പൊ ഈ സ്ത്രീക്ക് വാപ്പ ആരാന്ന് ഞാൻ മനസ്സിലാക്കരുതെന്ന് ആഗ്രഹമുണ്ട്, കാരണം വാപ്പ ഞാൻ അറിയുന്ന ആളാ. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മകളുള്ള വിവരം എനിക്കറിയില്ല. അപ്പൊ ഞാനിങ്ങനെ ഊഹിച്ച്, പക്ഷെ ആരായിരിക്കും ഇപ്പം അത്? അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ അടുത്ത കാലത്ത് മകൻ അപ്രതീക്ഷിതമായി മരിച്ചതാ, നല്ല ബിസിനസ്സും മരിച്ചതാണ്. അപ്പൊ ഈ മകൻ അങ്ങോട്ട് മരിച്ചതോടുകൂടി അപ്പോഴാണ് മകന്റെ കടമൊക്കെ വാപ്പ അറിയുന്നത്. അദ്ദേഹത്തിന് റോട്ടുമേൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി, കടം വീട്ടേണ്ട ഇദ്ദേഹമായി. അപ്പൊ അദ്ദേഹത്തിന് ആളുകളുടെ മുമ്പിൽ സ്റ്റാറ്റസ് നിലനിർത്തണ്ടേ? അപ്പൊ അതിനു വേണ്ടി ഇതെല്ലാം വീട്ടാൻ വേണ്ടി അദ്ദേഹം 1 കോടി രൂപ കടെടുക്കുക ബാങ്കിൽ നിന്ന്. എത്രയാണ് തിരിച്ചു കൊടുക്കേണ്ടി വരിക? തിരിച്ചു കൊടുക്കേണ്ടി വരിക? നമ്മൾ നിർബന്ധിത സാഹചര്യം എന്ന് പറഞ്ഞിട്ട് സകല മൗലവിമാരും ഫത്വയും കൊടുക്കും. ഞാൻ വീടുണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ വെറുതെ ഗൾഫിലാന്ന്, വെറുതെ നാട്ടിൽ വന്നപ്പോൾ ഞാൻ ബാങ്കിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, ഹൗസ് ലോൺ എങ്ങനെയുണ്ട്? അവൻ എന്താ പുതിയാപ്പുള സർക്കാരല്ലേ? ബാങ്കിൽ ചെന്ന് നോക്കുമ്പോൾ, നിങ്ങൾ ഗൾഫിലാ? ആ, എവിടെ ജോലി? ഖത്തർ റേഡിയോല. ഓ, എന്നാ ഇരിക്കി സാറ് ഇരിക്കി. ഞാൻ പറഞ്ഞു, സാറിന് ഇരിക്കാൻ നേരല്ല, നിങ്ങൾ ഈ പേരൊന്ന് പറഞ്ഞു തരി, എനിക്കൊരു വീടുണ്ടാക്കണം. ഓ, അതിനെന്താ ഒന്നും വേണ്ട, നിങ്ങൾക്ക് എത്ര വേണ്ട? 5 ലക്ഷം. ഒരു 10-25 കൊല്ലം മൂത്താതെ പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, 5 ലക്ഷം ഞാൻ വാങ്ങാൻ വേണ്ടി പോയതല്ല, അറിയാൻ വേണ്ടിയിട്ടാ. 5 ലക്ഷം ഞാൻ ലോൺ എടുത്താൽ എത്ര തിരിച്ചടക്കേണ്ടി വരും? അത് നിങ്ങൾ മാസം 1200 റുപ്യ അടച്ചാൽ മതി. ഞാൻ പറഞ്ഞു, എൻ്റെ ചോദ്യം മാസം എത്ര അടക്കേണ്ടി വരൂ എന്നല്ല. ഈ മന്തിക്ക് പഠിച്ചിട്ട് സംവാദം നടത്തുന്ന ആളായതുകൊണ്ട് ഇവരെ ചോദ്യത്തിന് ഞാൻ അങ്ങനെ വയ്ക്കുന്ന എനിക്ക് നല്ലോണം തിരിഞ്ഞുകൊണ്ടാണ് പോയത്. അതൊരു പ്രശ്നമില്ല, നിങ്ങൾ വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞു, സിമ്പിളാണോ ഡിഫിക്കൽട്ടാണോ എന്നല്ല എൻ്റെ ചോദ്യം. 5 ലക്ഷം ഞാൻ എടുത്താൽ ഞാൻ നിങ്ങൾക്ക് എത്ര തിരിച്ചടക്കേണ്ടി വരും എന്ന് കേൾക്കണോ? അപ്പൊ അദ്ദേഹം പറയാണ്, ഈ ഉദ്യോഗസ്ഥൻ എന്നോട് പറയാ, അതൊക്കെ കണക്ക് കൂട്ടിയാൽ കുറെ സമയം എടുക്കും, നിങ്ങൾക്ക് ലോൺ വേണമെങ്കിൽ ആരെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ, എത്രയും പെട്ടെന്ന് ശരിയായി തരാം, നിങ്ങൾക്ക് കുറഞ്ഞ ലീവല്ലേ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞു. ഞാൻ പോയിട്ട്
ഇതുമായി ബന്ധപ്പെട്ട ഒരാളെ വെച്ച് കണക്കൂട്ടി നോക്കി. 8 ലക്ഷം എടുത്താൽ കൃത്യമായിട്ട് തിരിച്ചടക്കുകയാണെങ്കിൽ നീണ്ട കാലാവധിയുണ്ട്. 1200 രൂപ വീതം തിരിച്ചടച്ചാൽ 22 ലക്ഷം ഞാൻ തിരിച്ചടക്കണം. 8 ലക്ഷം എടുത്തതിന്. നിങ്ങളിത് പഠിച്ചു നോക്കിക്കോളി. കൊടുക്കുന്നവന് വാങ്ങുന്നതിന് മാത്രമല്ല, വകാതിബഹു വശാഹിദൈഹി, ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ആഖിദു വൽ മുഅ്തി സവാ, കൊടുക്കുന്നവനും വാങ്ങുന്നവനും രണ്ടും തുല്യരാണ് കുറ്റത്തിൽ എന്നാണ്. പക്ഷെ ചിലപ്പം ചില നിർബന്ധിത സാഹചര്യം ഉണ്ടാവും. ഈ നിർബന്ധിത സാഹചര്യം തീരുമാനിക്കേണ്ട ആരാന്നറിയ നിങ്ങൾ? നിങ്ങൾക്ക് ഒരു മൗലവീന്റെ ഫത്വ വെട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെടൂല. നിർബന്ധിത സാഹചര്യം എൻ്റെത് തീരുമാനിക്കേണ്ടത് ഞാനാ. ചില ആളുകൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഫത്വ ചോദിക്കും. എല്ലാ മൗലവി ഭയങ്കര ടൈറ്റാണ്, ഒരു രക്ഷയില്ല. ഞാൻ പറയും അങ്ങനെ ആയിക്കോട്ടെ, അപ്പൊ ഞങ്ങൾക്ക് പലിശക്ക് കടം വാങ്ങാൻ പറ്റുമോ? ഞാൻ പറയും വാങ്ങിക്കോ. അങ്ങനെ നിങ്ങൾ പറയണത് കടം വാങ്ങാം, നിങ്ങൾക്ക് നിർബന്ധ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, വേറെല്ല ബാബു അടഞ്ഞു എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ വാങ്ങിച്ചോളി, നാളെ പരലോകത്ത് അല്ലാന്റെ മുമ്പിൽ നിന്നിട്ട് മറുപടി പറയേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ നല്ല നമ്മൾ ചിലപ്പോ നമ്മൾക്കൊന്നും ഇനി ഈമാനും ഇല്ലാന്ന് തോന്നുന്ന കോലത്തില് ഒരു ഹൈ ജോലി കിട്ടിയ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി എന്നെ വിളിച്ചിട്ട്, ഓളെ ഉപ്പയാ എന്നെ വിളിക്കുന്നത്, മൗലവി എൻ്റെ മോള് പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താന്ന് ചോദിച്ചു, ഓക്കിപ്പോ നല്ല ഒരു ജോലി കിട്ടിയിരിക്കണ്, പക്ഷെ ഒരു ബ്ലേഡ് കമ്പനീന്റെ ക്ലർക്കായിട്ടാണ്, ആമ്പര ശമ്പളാണ് പറയണത്. അതുകൊണ്ട് നിങ്ങളെ വിളിച്ച് ചോദിച്ചിട്ട് ഇത് ഇസ്ലാമികമായിട്ട് പാടുണ്ടെങ്കിൽ ഓൾ അതിനെ പോവുള്ളൂ എന്നാ പറയണത്. ഞാൻ ഓളോട് കുറെ പറഞ്ഞു നോക്കി, അവിടെ സ്ഥിരമായിട്ടൊന്നും ജോലി ചെയ്യണ്ട, കുറച്ച് എക്സ്പീരിയൻസ് ആകുന്നവര് 2 കൊല്ലം വേറെ നല്ല ജോലി കിട്ടണവരെ, അപ്പൊ തൽക്കാലം അതിൽ കയറിയാലേ വേറെ ജോലി കിട്ടുള്ളൂ. അപ്പോൾ ഓള് പറഞ്ഞു അതൊന്നും വേണ്ട, ചോദിച്ചിട്ട് ഹലാലാണെങ്കിൽ ഞാൻ പോകും, നിങ്ങൾ വിളിക്കുന്ന തന്നെ. ഇപ്പൊ ഞാൻ മൂപ്പരോട് പറഞ്ഞ്, ഇങ്ങക്ക് കിട്ടിയ സ്വത്തില് ഈ ദുനിയാവ് മുഴുവൻ ഒരു തുലാസിലും നിങ്ങളെ മോളെ ഒരു തുലാസിലും വെച്ചാൽ ആ മോളെ തുലാസ് കനം തൂങ്ങും, നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോളി. നിങ്ങൾ എന്തോ ഒരു നന്മ ചെയ്തേനിക്കും, ഇത്ര നല്ല തങ്കക്കുടം പോലത്തെ ഒരു മോളെ നിങ്ങൾക്ക് കിട്ടിയത്. നിങ്ങളെ വീട്ടിൽ എന്തോ പട്ടിണി ഉണ്ടോ? ഒരു പട്ടിണിയും ഇല്ല മൗലവി. ഓളെ പോറ്റാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? ഇല്ല, അതൊന്നുമില്ല. പക്ഷെ നല്ലൊരു ജോലി, നല്ല പഠിപ്പൊക്കെ ഉള്ളല്ലേ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറയും, എൻ്റെ മോളെ ഭാഗാശ്ശേരി, ഓളെ ഈമാൻ എനിക്കില്ലാണ്ടായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഒരാൾ മരിച്ചാൽ 2 കാര്യങ്ങൾ, ഒന്ന് ആ സമ്പത്തിനെ പറ്റി മുഴുവനും ചോദിക്കപ്പെടും. ആ സമ്പത്ത് കലർന്ന അംശം ഒരു കോശം നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ആ ഭാഗം നരകത്ത് പോയി കഴിഞ്ഞിട്ടേ പോകും. നമ്മൾ നിങ്ങളൊക്കെ എയർപോർട്ടിലൊക്കെ പോയാൽ ഒരു മെറ്റൽ ഡിറ്റക്ടർ വെച്ച് ഇങ്ങനെ നോക്കല്, എന്തെങ്കിലും ഇരുമ്പിൻ്റെയോ പറ്റാത്ത സാധനം ഉണ്ടെങ്കിൽ പി 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 എന്നിങ്ങനെ പറയും. അപ്പൊ സ്വർഗത്തിലേക്ക് പോകുന്ന കവാടത്തിലുണ്ടാവും മരക്കുകൾ ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ വെച്ച് നോക്കും. അപ്പൊ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ കയ്യിൻ്റെ ഇവിടെ അങ്ങനെ ഒരു കഷ്ണം മുളച്ച 2 കോശം ഉണ്ടായത് ഏതോ ഒരു ആറാമ് കയറിയിട്ടാ. അപ്പൊ നേരെ നരകത്തിലേക്കാണ് വരിക. അത് ക്ലീൻ ആക്കിയിട്ട് നരകത്ത് പോയി അതൊക്കെ അനുഭവിച്ചിട്ടേ എന്താവുള്ളൂ, സ്വർഗത്തിലേക്ക് പോവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ബോധം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും മക്കൾക്കും ഒക്കെ വേണം. നിങ്ങൾ ഹലാലായതേ സ്വീകരിക്കുള്ളൂ എന്നൊരു കണിശത വെച്ച് നോക്കി, ഹലാലിന്റെ വഴികൾ നിങ്ങളുടെ മുമ്പിൽ മലർക്ക തുറക്കപ്പെടും. കാരണം ഇതൊക്കെ അല്ലേ തീരുമാനിക്കുന്നത്, നമ്മളല്ല. മരിക്കാൻ നേരത്തെ നിങ്ങൾക്ക് സമാസ്വദിക്കാൻ പറ്റും, ഹറാമായതൊന്നും ഞാൻ എൻ്റെ മക്കളെ തീറ്റിച്ചിട്ടില്ല. നല്ല നല്ല കടാകടിയന്മാരായ മക്കളുള്ള ഒരു പിതാവ്, അപ്പൊ അതിലൊരു മോനോട് ഞാൻ ചോദിച്ചു, അല്ല നിങ്ങളിങ്ങനെ എല്ലാവരും ഇങ്ങനെ ആയി? അപ്പൊ എന്നോട് അദ്ദേഹം പറയാം, വാപ്പ ഞങ്ങളോട് പറയണേ, മക്കളെ ഞാൻ എൻ്റെ ബാധ്യതയിൽ ഞാൻ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല, ഹറാമായ ഒരു മണി വറ്റി നിങ്ങൾ ആരെയും തൊള്ളേക്ക് ഞാൻ വെച്ചു തന്നിട്ടില്ല, അതുകൊണ്ട് അള്ളാന്റെ മുമ്പിൽ ഞാൻ റെഡി ആയിക്കും എന്ന് വാപ്പ അങ്ങനെ പറയുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങള് അൽഹംദുലില്ലാ എല്ലാവരും ആ ബോധത്തിലാണ് വളർന്നത് എന്ന് അദ്ദേഹം പറയുന്നത്. ഇതൊക്കെ അനുഭവങ്ങളാണ് സുഹൃത്തുക്കളെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ സാമ്പത്തിക അച്ചടക്കം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറയുന്നത് മാക്സിമം സമ്പാദിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എത്രത്തോളം പറഞ്ഞാൽ ജുമാസ്കാരം കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോകണമെന്ന്. എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കി,
മുസ്ലിമീങ്ങളെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ജുമാ. ഫൈദാ ഖുളിയത്തിസ് സ്വലാത്തു, അതിന്റെ മുമ്പ് പറഞ്ഞെന്താ? ജുമാന്റെ സമയത്ത് ബിസിനസ് നിർത്തിയേക്കണം എന്നാ. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ജുമാ സമയത്ത് ബാങ്കിന്റെ നമസ്കാരത്തിന്റെ ജുമായുടെ സമയമായി കഴിഞ്ഞാൽ ഫസ്അഉ ഇലാ ദിക്രില്ലാഹി, നിങ്ങൾ പിന്നെ വേറെ ഒന്നും നോക്കാൻ പാടില്ല കേട്ടോ. ധൃതിയിൽ നിങ്ങൾ പള്ളിയിലേക്ക് പോകണം കേട്ടോ. വദറുൽ ബൈഅ, എല്ലാ ബിസിനസ്സും അപ്പോൾ നിങ്ങൾ നിർത്തിവെക്കണം. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതാ കൂട്ടരേ. ഇത് പറഞ്ഞ അള്ളാഹു. അപ്പൊ ഇത് മനസ്സിലാക്കിയ ആളുകൾ മുഴുവൻ പള്ളി തന്നെ അങ്ങോട്ട് ഇരുന്നാലോ? അങ്ങനെ തെറ്റിദ്ധരിക്കണ്ടെന്ന് ചോദിച്ചാൽ ഫഇദാ ഖുളിയത്തിസ് സ്വലാത്തു, അങ്ങനെ ജുമാ നമസ്കാരം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർളി, ഗൾഫ് പോണവൻ ഗൾഫില്, പാടത്ത് പോണ്ടവൻ പാടത്ത്, പറമ്പ് പോണ്ടവൻ പറമ്പില്, ഷോപ്പ് പോണ്ടവൻ ഷോപ്പ്. എന്ത് മനോഹരമാണ്! ഫന്തശിറൂ ഫിൽ അർളി, ദുനിയാവിൽ അങ്ങോട്ട് പരന്നോളിങ്ങള്. പക്ഷെ അപ്പോൾ എന്താക്കണം? വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കണം, നിങ്ങൾ വിജയികളായേക്കും. ഇത്ര വ്യക്തമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മളെ ദുനിയാവും നന്നാവും ആഖിറവും നന്നാവും എന്നർത്ഥം. കാര്യമായിട്ട് ആളുകൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അന്യായമായ രൂപത്തിൽ അവിഹിതമായ രൂപത്തിൽ സമ്പാദിക്കുമ്പോൾ അത് ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് നയിക്കും. ചില ആയത്തുകളുടെ ബന്ധം അങ്ങനെ നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഞാൻ നല്ല പരിചയമുള്ള ഒരാൾ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തപ്പോൾ പടച്ച റബ്ബേ, ഞാൻ ഈ ആയത്ത് ഇങ്ങനെ നോക്കും, ഇതെന്താണ് ഇപ്പൊ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പൈസന്റെ കാര്യം പറയുമ്പോൾ അള്ളാഹ് പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാതിലി ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാലിം മിൻകും. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യായമായ രൂപത്തിൽ മുതൽ തിന്നാൻ പാടില്ല. നിങ്ങൾ പരസ്പരം മനസ്സാ പൊരുത്തപ്പെട്ടിട്ട് നടത്തുന്ന ഇടപാടുകളിലൂടെ അല്ലാതെ. എന്നിട്ട് അള്ളാഹു ആയത്ത് എങ്ങനെ അവസാനിപ്പിക്കുന്നത്? വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത് കേട്ടോ എന്ന് വേണമെങ്കിൽ അതിന് അർത്ഥം പറയാം. ഖത്ലുൻ നഫ്സ്, ആത്മഹത്യ വരെ. നിങ്ങളെ തന്നെ കൊല്ലരുത്, നശിപ്പിക്കരുത് കേട്ടോ. ഇന്നല്ലാഹ കാന ബിക്കും റഹീമാ, അള്ളാഹു നിങ്ങളോട് ഏറെ കാരുണ്യമുള്ളവനാണ്. അല്ല നിങ്ങളോട് ഇതൊന്നും ചെയ്യരുതെന്ന് പറയുന്നത് അള്ളാഹ്ക്ക് എന്തോ കിട്ടുന്നോണ്ടല്ല, നിങ്ങളോടുള്ള ദയ കൊണ്ടും കാരുണ്യം കൊണ്ടുമാണ്. വമൻ യഫഅൽ ദാലിക ഉദ്വാനൻ വദുൽമൻ ഫസൗഫ നുസ്ലിഹി നാറൻ വസയസ്ലൗന സഈറാ. ഇനി ഇതൊന്നും വകവെക്കാതെ എങ്കാലും ഇപ്പോഴത്തെ കാലത്ത് ഹറാമു അല്ല, ഇങ്ങനെ കുറെ ആളുകളുണ്ട്. അതൊക്കെ അന്ന് ഇപ്പോഴത്തെ കാലത്ത് ഹറാമു ഹലാലും നോക്കാൻ നിന്നാലൊന്നും ഒരു സംഗതി നടക്കൂല. അങ്ങനെ നടക്കുന്ന ആളുകൾക്ക് ഇബ്ലീസ് ഇങ്ങനെ ഒഴിച്ചിട്ട് കൊടുക്കും. പിന്നെ അവരോട് ആര് പറഞ്ഞാലും കേൾക്കൂല. ഒരു ഹറാമിൽ നിന്ന് അവർക്ക് മടങ്ങാൻ പറ്റൂല. അതിങ്ങനെ തുറന്നിങ്ങനെ ഇട്ട് കൊടുക്കും. അവസാനം മരിക്കുമ്പോൾ അയാളുടെ അവസ്ഥ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹറാമായ എന്ന് പറയുമ്പോൾ ഒന്ന് ഒരാൾക്ക് ഇഷ്ടമല്ലാതെ എടുക്കുക എന്നുള്ളതാ, ഒരാൾക്ക് മനസംതൃപ്തി ഇല്ലാതെ എടുക്കുക. അപ്പൊ ചില വളരെ നിസ്സാരമായിട്ട് നിങ്ങൾ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണത്. ചില ആളുകൾ, ചില കുട്ടികൾ സ്കൂളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ പെന്നുണ്ടാവില്ല, പെൻസിലുണ്ടാവില്ല. അപ്പൊ ഇച്ചെങ്ങനെ എഴുതി, അത് കൂട്ടുകാരത്തിൻ്റെ അടുത്ത് 2 പെന്നുണ്ടായിരുന്നു, ഞാൻ ഓരോ അത് വാങ്ങിയിട്ടാണ് എഴുതിയെന്ന് പറയും. എപ്പോഴും പറയും. ഇതെന്നും പറയുമ്പോൾ ഈ കുട്ടി ചെന്ന് വീട്ടിൽ പറയും, ഉമ്മ എൻ്റെ ഒരു കൂട്ടുകാരത്തിൻ്റെ ഒരു കാലത്തും പെന്നു കൊണ്ടുവരൂല, എന്നിട്ട് ഓക്ക് ഇങ്ങനെ ഞാൻ കൊടുക്കണം. അപ്പൊ ഈ മോക്ക് ഇഷ്ടമല്ലത് എന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കുകയാണതേ. ലാ യഹില്ലു മാലു ഇംറിഇൻ മുസ്ലിമിൻ ഇല്ലാ ബിതീബി നഫ്സിൻ മിൻഹു. ഒരാളുടെ മനസ്സ് ഇഷ്ടപ്പെട്ട് തന്നാലല്ലാണ്ട്
ഒരാളുടെ മുതല് ഒരു മുസ്ലിമിന് അനുവദനീയാവൂലെന്നാ അത്ര കൃത്യമായിട്ടാ പറയണത്. അപ്പൊ നമ്മൾ ചെറിയ മക്കളത് പഠിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു എത്ര ചെറുതാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ പുറത്ത് കയറി ഇങ്ങനെ ഇരിക്കുക വെച്ചാള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ഒരു ദിവസം കുറേ ദീർഘിപ്പിച്ചു. അപ്പൊ സഹാബിമാർ ഒരാളിങ്ങനെ പൊങ്ങി നോക്കി, എന്താ റസൂൽ എണീക്കാത്ത, എന്തോ എന്തോ അസുഖറ്റം പറ്റിയോ. തല ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ റസൂലിന്റെ പുറത്ത് ഹസനും ഹുസൈൻ രണ്ടെണ്ണം കയറി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ നിസ്കാരം കഴിഞ്ഞപ്പോ സഹാബിമാരൊക്കെ കൂടി ചോദിച്ചു. അപ്പൊ റസൂൽ പറയാ, ഇന്ന ബനി ഹാദാ ഇർതഹലനി, ഇന്റെ ഈ പേരക്കുട്ടികൾ രണ്ടും തത്തി കളിച്ചും കൂടി ഓടി വന്ന് എന്റെ പുറത്ത് കയറി ഇരുന്നിട്ട് ഓല് ഇങ്ങനെ ആനന്റെ പുറത്ത് കയറി ഇരിക്കണം. അതിലേക്കൊരു സന്തോഷം, അയച്ചൊക്കെ ഒരു വിഷമം ഉണ്ടാണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ദിക്റും ജില്ലയാണ് ഇരുന്നതാണ്. അത്രയും സ്നേഹമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തിന്റെ ഈത്തപ്പഴം ഇങ്ങനെ കൂട്ടിയിട്ടതിൽ നിന്ന് ഒരു ഈത്തപ്പഴം വായിൽ കൈയിട്ടത് ഇങ്ങോട്ട് എടുത്ത് റസൂല്. ആ എടുത്തത് ഈത്തപ്പഴമായിരിക്കൂല, ആ എടുത്തത് റസൂലിന്റെ കരള് പറിച്ച പോലെയായിരിക്കും. ഇന്നാലാനകുലു സദഖ, മോനെ നമുക്ക് ഈ സദഖ തിന്നാൻ പറ്റൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് റസൂലോ റസൂലിന്റെ കുടുംബമോ അവിടുത്തെ പേരക്കുട്ടികളോ സ്വർഗത്തിൽ ഇങ്ങനെ ചെല്ലുമ്പോൾ മലക്കുകൾ ഇങ്ങനെ കാത്തു കേൾക്കും. വേറെ ആരെങ്കിലും നേരത്തെ ചെന്നാൽ ഇല്ല. മൻ അൻത അന മുഹമ്മദ് ബിക ഉമിർനാ വലാ നഫ്തഹു ലിഅഹദിൻ ഖബ്ലക്. ഈ സ്വർഗം നിങ്ങൾക്കല്ലാണ്ട് വേറെ ആർക്കും തുറക്കൂലാന്ന് ഞങ്ങൾ തീരുമാനിച്ചതായിരുന്നു. ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ, ഇവ കടന്നുകൊള്ളൂ, സന്തോഷത്തോടു കൂടി പ്രവേശിച്ചു കൊള്ളൂ എന്ന് മലക്കുകൾ പറയും. റസൂലിന്റെ കൂടെ പേരക്കുട്ടികൾ അടക്കം ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഇൻഷാ അല്ലാഹ്, അപ്പൊ നമ്മുടെ നിസ്കാരത്തിന്റെ സമയമാവാണ്. നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി ഏതാനും ചില 1-2 പോയിന്റുകൾ പറഞ്ഞ് നിങ്ങളുടെ ചോദ്യോത്തരത്തിന് വേണ്ടി നമുക്ക് കേൾക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ്. അപ്പൊ നമ്മുടെ വിഷയത്തിൻ്റെ ആമുഖം മാത്രമാണ് ഞാൻ പറഞ്ഞത്. സമ്പത്തിൻ്റെ പ്രാധാന്യം, സമ്പാദ്യത്തെ സംബന്ധിച്ചുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്, സമ്പത്തൊരു പരീക്ഷണമാണെന്നും അത് അന്യായമായ രൂപത്തിൽ സമ്പാദിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ സൂചിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. ഇനി നിങ്ങൾക്ക് സ്വന്തം നിലയ്ക്ക് തന്നെ പല സംശയങ്ങളും ഇവിടെ ഉണ്ടാവും. സംശയ നിവാരണത്തിൻ്റെ സ്വഭാവം, സെഷൻ്റെ സ്വഭാവം അത് അനന്തമായി നീണ്ടുപോകുക എന്നാണ്. ചോദ്യങ്ങൾ ഒരിക്കലും അവസാനിക്കൂല. അപ്പോൾ അതുകൊണ്ട് മുസ്താദ് ഡോക്ടറോട് ഞാൻ ചോദിക്കുകയാണ്, എത്ര സമയമാണ് നിങ്ങൾ അനുവദിക്കുക? ആ സമയത്ത് ചോദ്യോത്തര പരിപാടി നിർത്തുകയും വേണം. അതുവരെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അതുവരെ എന്തെല്ലാം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും അതിനൊക്കെ പറയാം. മാക്സിമം 9 മണി അല്ലേ? ഇൻഷാ അല്ലാഹ്. ഇപ്പം എത്രയായി? 9 മണിയാണോ? അപ്പം എന്നാൽ 8:45 മതി. ഞാൻ ഒരു മാക്സിമം ഇട്ട് പറഞ്ഞതാ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പിന്നെ ഈ ഒരൊറ്റ പരിപാടി കൊണ്ട് തന്നെ എല്ലാ സംശയവും തീർക്കണമെന്നില്ല. അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവിടെ തന്നെ ചോദിച്ചോളൂ. ഓക്കെ. അവരെ ചോദ്യം, അനന്തരാവകാശത്തിൽ
മകനും മകളും ഉണ്ടെങ്കിൽ മകന് കിട്ടുന്നതിൻ്റെ പകുതിയാണ് മകൾക്ക് കിട്ടുക അനന്തരാവകാശത്തിൽ. ജീവിച്ചിരിക്കുമ്പം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണോ എന്നാണ് ചോദ്യം. ജീവിച്ചിരിക്കുമ്പം മാതാപിതാക്കൾക്ക് മക്കളൊക്കെ ഒരുപോലെയാണ്. ജീവിച്ചിരിക്കുമ്പം കൊടുക്കുന്നത് വാപ്പയും ഉമ്മയാണെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ അള്ള കൊടുക്കണാണ്. അപ്പം അതുകൊണ്ട് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും വീക്ഷണത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കൾ ആരാവട്ടെ കൊടുക്കുകയാണെങ്കിൽ പൂർണ്ണമായി നീതി പാലിക്കണം, ആൺ പെൺ വ്യത്യാസമില്ലാതെ കൊടുക്കണമെന്നാണ്. മോളെ കെട്ടിക്കുമ്പോൾ 100 പവൻ വാപ്പ മകൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തുല്യമായ പൈസയോ പറമ്പോ സ്വത്തോ മകനും കൊടുക്കണം. ഒരു മകന് ഇച്ചിപ്പോൾ വീടുണ്ടായിക്കോ എന്നും പറഞ്ഞിട്ട് 10 സെന്റ് സ്ഥലം വാപ്പ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള മക്കൾക്കും അതുപോലെ കൊടുക്കണം. ഇനി ചിലപ്പോൾ മക്കളിൽ ആരെങ്കിലും കൂടുതൽ അർഹത ഉള്ളവരുണ്ടാവും. 4 മക്കളുണ്ട്, 3 ആൾക്കും നല്ല ജോലിയും വരുമാനമൊക്കെ ഉണ്ട്, ഒരു മോൻ പഠിക്കുകയാണ്, മോനൊരു അത്താണിയൊന്നും ആയിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള മക്കളോടെ അനുവാദം വാങ്ങിച്ചിട്ട് അവരുമായി ഒരു ചർച്ച ചെയ്ത് സമവായത്തിലെത്തിയതിന് ശേഷം മാത്രമേ എന്താക്കാൻ പറ്റുള്ളൂ, കൂടുതൽ കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഇത് സംബന്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സംഭവം, നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവായിരുന്നു ബഷീർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു. ബഷീർ ബിൻ സഅദ് 2 കല്യാണം കഴിച്ചു. ആദ്യത്തെ കല്യാണത്തിൽ മക്കളുണ്ട്, രണ്ടാമത്തെ കല്യാണം കഴിച്ചതിൽ ഒരു മകനാ ഉള്ള, ചെറിയ കുട്ടിയായിരുന്നു. അപ്പം രണ്ടാമത്തെ ഭാര്യ മൂപ്പരോട് പറഞ്ഞു, എൻ്റെ കുട്ടി നമ്മളെ ചെറിയ മോൻ ഒന്നും ഉണ്ടാവില്ല നിങ്ങളെ കാലം കഴിഞ്ഞാൽ, അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ ഓനെന്തെങ്കിലും എഴുതി വെച്ചോളി, ഓനെന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് പ്രയോഗത്തിലൊന്നും വരുത്തിയില്ല. ഭാര്യയാണെങ്കിൽ വിട്ടില്ല. എന്നാൽ ഞാൻ ഓന് കുറച്ച് തോട്ടം കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, അത് അള്ളാൻ്റെ റസൂലിനെ കൊണ്ടുപോയി സാക്ഷി ഒപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ നാളെ മറ്റന്നാൾ വാക്ക് മാറും. അങ്ങനെ നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി ബഷീർ ബിൻ സഅദ് തൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഈ എൻ്റെ മകന് രണ്ടാമത്തെ ഭാര്യയിൽ മകൻ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ഇവള് പറയാണ് റസൂൽ നിങ്ങളെ തന്നെ സാക്ഷിയാക്കണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഷീർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അകുല്ല വലദക അതൈത ഹാദാ, ഇജ്ജ എൻ്റെ എല്ലാ മക്കൾക്കും ഇതേമാതിരി കൊടുത്തിട്ടുണ്ടോ എന്ന് നാടൻ ഭാഷയിൽ പരിഭാഷപ്പെടുത്താം. അപ്പോൾ പറഞ്ഞില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാ പിന്നെ അശ്ഹിദ് അലൈഹി ഗൈരി, നജ്ജ് വേറെ ആളെ നോക്കിക്കോ, ഇന്നെ കിട്ടൂല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅദിലു ബൈന ഔലാദിക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതി പുലർത്തണം. സാവൂ ബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ സമത്വം പാലിക്കണം എന്ന് ഈ മകൻ നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു കൂഫയിൽ വെച്ച് ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കെ ഈ സംഭവം ഉദ്ധരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ബുഖാരി, മുസ്ലിം തുടങ്ങിയ എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളും കാണുകയും ചെയ്യാം. ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ആ, നേരിട്ട് ചോദിക്കുന്നവർ വേഗം ചോദിച്ചോളി. ആ, ഞാൻ ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാം. ആ കാര്യത്തിൽ വളരെ വ്യക്തതയോടുകൂടി സംസാരിച്ചു. ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അസ്ഹാബികളുടെ കാലത്തും ബാങ്കിങ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അത് ബാർട്ടർ സിസ്റ്റം ആണ് പറയുന്നത്. സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുള്ള ഒരു കച്ചവടം. അവിടെ അത് ഹറാമാക്കിയിട്ടുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് സഹായം ചെയ്യാൻ വേണ്ടി, കച്ചവടം ചെയ്യാൻ വേണ്ടി ഒരു കൊട്ടവും കുറയുന്ന ആളുകള് വ്യവസായത്തിന് വേണ്ടി അവർ കൊട്ടവും കൊടുക്കും. തിരിച്ചു വരുമ്പോ അവരോട് ഒരു കൊട്ടകത്തിന് പകരം 2 അല്ലെങ്കിൽ 5 കുട്ടി ഇതൊക്കെ വാങ്ങുന്നതാണ് ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ കണക്കാക്കിയതാണ്. ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. ഇൻട്രസ്റ്റ് പിന്നീടാണ് വന്നിട്ടുള്ളത്. ഈ ബാങ്കിങ് സിസ്റ്റമും മോണിറ്ററി സിസ്റ്റം ഒക്കെ എത്രയോ കാലത്തിന് ശേഷമാണ്. ഇപ്പൊ ഒരാൾ കാശ് കയ്യിൽ ഉണ്ടായിട്ട് അദ്ദേഹം എവിടെയാണ് സൂക്ഷിക്കുന്നത്? നിങ്ങൾ പറഞ്ഞ ഒരാളടുത്ത് വീട്ടിന് കൊടുക്കാൻ വേണ്ടി ഇവിടെ ഒരുപാട്, ഞാനൊരു ഗൾഫ് ഒരു പറ്റം ആളുകളെ ഈ
ഇൻട്രസ്റ്റ് അനിസ്ലാമികം എന്ന് പറഞ്ഞിട്ട് ഇന്ന് വളരെയധികം ഗൾഫ് പ്രവാസികൾ വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഇൻട്രസ്റ്റ് ഹറാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നടത്തുന്ന ബിൽഡിംഗ് ഡെവലപ്പേഴ്സിനടുത്തും സ്വർണ്ണ കച്ചവടക്കാരടുത്തും കാശ് കൊടുത്ത് എത്രയോ 30 ലക്ഷം കൊടുത്താൽ മാസത്തിൽ ഇത്ര കിട്ടും, 1 കോടി കിട്ടുന്ന പൈസ എല്ലാം നഷ്ടപ്പെട്ടിട്ട് സമൂഹത്തില് വളരെയധികം നിരാശയോട് കൂടി ജീവിക്കുന്ന ഒരുപറ്റ ആളുകള് ഒരു സാമൂഹിക പ്രതിബദ്ധതയോട് ബന്ധപ്പെടുന്ന ഒരു വ്യക്തി അറിയാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾക്ക് എന്താണ് ഒരു പ്രതിവിധി നമ്മൾ നടത്തിക്കൊടുക്കുക? എവിടെയാണ് അവർ ആളുകളുടെ മണി ഇപ്പൊ ഗൾഫിന്നൊക്കെ വന്നത് എവിടെ നമ്മൾ സമാധാനിക്കാൻ മണി കൊടുക്കും? ഒരു റെഗുലർ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ അതോടുകൂടി നമ്മുടെ ഫൈനാൻഷ്യൽ സെക്ടറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ട്രെയിനിങ് ബിസിനസ് ഒക്കെ ഉണ്ട്. അത് ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ? അത് ഇൻവെസ്റ്റ് അല്ല, അതൊരു ട്രെയിനിങ് ആണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഗൾഫിൽ പറയുമ്പോൾ അവിടെ ഇസ്ലാമിക് ബാങ്ക് എന്ന് പറയുന്നുണ്ട്. അതൊരു ഇസ്ലാമിക് ബാങ്ക്, ഇസ്ലാമിന്റെ പേര് പറഞ്ഞിട്ട് ഇൻട്രസ്റ്റ് അല്ലേ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് ഇന്നും ഒരു ബുദ്ധിക്ക് ഞാൻ ഇസ്ലാമിക് ബാങ്ക് അക്കൗണ്ട് എൻകൗണ്ടറിൽ ആളാണ്. എനിക്ക് അവിടുന്ന് ഒരു ലാഭം, ഒരാളിപ്പോ അവിടുന്ന് കാർ വാങ്ങുകയാണെങ്കിൽ അതിന്റെ ലോൺ ആദ്യം തന്നെ പ്രോഫിറ്റ് കണക്കാക്കി ഇൻട്രസ്റ്റ് വേറെ പേരിലാണ് വാങ്ങുന്നത് എന്നാണ് വളരെ അർത്ഥവത്തായിട്ടും ഇതും. പിന്നെ രണ്ടാമത്തെ ഞാൻ അല്ല, ഓരോന്ന് പറഞ്ഞാലും ഞാൻ മറന്നു ആദ്യത്തെ ഇതൊന്ന് പറഞ്ഞിട്ട് അല്ല ആയിക്കോട്ടെ. അപ്പൊ ആദ്യം പറഞ്ഞ സബ്ജക്റ്റിലേക്ക് അതെ ഒരാൾക്ക് ഒരു 5 മിനിറ്റ് ഒന്നാമത്തെ ചോദ്യം, നിങ്ങളെ പേരെന്തേനു? അബ്ദുൽ ഖാദർ സാഹിബിന്റെ 1, 2, 3 ചോദ്യപ്പായി. അതൊന്ന് ഞാൻ വിശദീകരിച്ചോട്ടെ. കാരണം ചോദ്യത്തിനേക്കാൾ സമയം ചോദ്യത്തെക്കാൾ സമയം വിശദീകരിക്കാൻ വേണ്ടി വരുമല്ലോ. മാത്രമല്ല നിങ്ങളെ ചോദ്യം അറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം ആയതുകൊണ്ട് അതിന്റെ എല്ലാ വശവും പറയുകയും വേണം. അല്ല അവ്യക്തമായിട്ട് ഇവിടുന്ന് പോയാല് അതെ. അപ്പൊ ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. ഒന്നാമതായിട്ട് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ ബാങ്കിങ് സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇസ്ലാം ഇപ്പം നമ്മൾ ഇംഗ്ലീഷിൽ ഇൻട്രസ്റ്റ്, മലയാളത്തിൽ പലിശ, അറബിയിൽ റിബ, ഫായിദ എന്നൊക്കെ പറയുന്നത് ഖുർആൻ വിലക്കിയത് എന്താണ്? ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഖുർആനാണ് വളരെ ഖണ്ഡിതമായി പലിശ നിരോധിച്ചിട്ടുള്ളത്. അതിലാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക ലോകത്തെ ആധികാരിക പണ്ഡിതന്മാരും പണ്ഡിത വേദികളുമൊക്കെ ഏതൊന്നാണോ ഖുർആൻ വിലക്കിയത് അത് തന്നെയാണ് ഇന്ന് ബാങ്കിലും നിലനിൽക്കുന്ന പലിശ എന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഖുർആന്റെ വ്യാഖ്യാനമാണ് ഇമാം ഇബ്നു ജരീർ തബരിയുടെ വ്യാഖ്യാനം. അദ്ദേഹം പറയുന്നത് കാനർ റജുലു യുദീനു റജുലൻ, ഒരാൾ മറ്റൊരാൾക്ക് കടം കൊടുക്കും. ആ കാലത്തെ പലിശന്റെ കഥ പറയാ. ആ കാലത്ത് കൊടുക്കും. അലാ അൻ യുഅ്തിയ ലിദ്ദാഇനി കുല്ല ശഹ്രിൻ ഖദറൻ മുഅയ്യനൻ, മൊത്തം കടം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു 1000 രൂപ കടം തന്നാൽ അല്ലെങ്കിൽ 1,00,000 രൂപ കടം തന്നാൽ തരുമ്പം തന്നെ ഞാൻ നിങ്ങളോട് പറയും ഓരോ മാസവും നിങ്ങൾ ഒരു നിശ്ചിത സംഖ്യ എനിക്കിങ്ങനെ തന്നോണ്ടിരിക്കണം. വറസുൽ മാലി ബാഖിൻ, ഞാൻ നിങ്ങൾക്ക് തന്ന 1,00,000 അതുപോലെ തന്നെ കടായിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ സമയമായാൽ, 1 വർഷത്തേക്ക് തന്ന് സമയമായാൽ നിങ്ങൾ ആ കടം 1,00,000 തിരിച്ചെനിക്ക് തരും. ആ 12 മാസവും നിങ്ങൾ തന്നത് വേറെ 1 രൂപ അതാണ്. എന്നിട്ട് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ് ഫഇദാ തഅദ്ദറ, 1 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ 1,00,000 തിരിച്ചു തരാൻ കഴിയാതെ വന്നാൽ സാദ ഫിൽ അജലി വസാദ ഫിൽ മബ്ലഗി, അവധി നീട്ടുന്നു, അതിനനുസരിച്ച് എമൗണ്ട് വർദ്ധിപ്പിക്കുന്നു. ആ കാലത്തുണ്ടായിരുന്ന പലിശന്റെ കോല പറയണേ. കടം കൊടുത്തിട്ടേ അവധി നീട്ടുന്നു. അപ്പൊ നിങ്ങൾ അടുത്ത ജനുവരിയിൽ എനിക്ക് 1,00,000 തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ വാങ്ങി. ഞാൻ ജനുവരിയിൽ നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു ഇപ്പം വളരെ ടൈറ്റാണ്. അപ്പോൾ ഞാൻ എന്നാൽ ഫെബ്രുവരി തന്നാൽ മതി. പക്ഷേ ഫെബ്രുവരി തരുമ്പോൾ 1,10,000 രൂപ അധികം തരണം. ഫെബ്രുവരിയിൽ തരാൻ പറ്റിയിട്ടില്ലെങ്കിലോ മാർച്ചിലേക്ക് നീട്ടുമ്പോൾ അപ്പം കൂടും. ഇതന്നെയല്ലേ ബാങ്കിൽ നടക്കുന്നത്. ഒന്നേ അല്ല മാണിറ്ററി സിസ്റ്റം ഇല്ല എന്ന് പറയുന്നത് അത്ര കൃത്യമല്ല. കാരണം അന്ന് ദീനാറും ഉണ്ട് ദിർഹമും ഉണ്ട്. അത് ഖുർആനിൽ ദീനാറ് ദിർഹം എന്ന പദം വന്നിട്ടില്ല, വരിക്ക് എന്നാണ് വന്നിട്ടുള്ളത്.
വരിക്ക് എന്ന് പറഞ്ഞാൽ വെള്ളി നാണയത്തിനാ പറയാം. അതേസമയം ഹദീസിൽ വളരെ കൃത്യമായിട്ട് ദീനാറെന്നും ദിർഹമെന്നും മറ്റുണ്ട്. സക്കാത്തിന്റെ പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, ഇതാ കാനത്തിലക്ക മിഅത്താ ദിർഹമിൻ, നിങ്ങളുടെ കൈവശം 200 ദിർഹം ഉണ്ടാവുകയും ഫഹാല അലൈഹൽ ഹൗലു, ഒരു വർഷം പൂർത്തിയാവുകയും ചെയ്താൽ ഫഫീഹ ഹംസത്തു ദറാഹിമ, 5 ദിർഹം സക്കാത്ത് കൊടുക്കണം. അപ്പോൾ അദ്ദീനാറു ബിദ്ദീനാരി എന്നെ ഹദീസുകളിൽ വളരെ കൃത്യമായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ദീനാറുമുണ്ട്, ദിർഹമുമുണ്ട്, കടം കൊടുക്കലുമുണ്ട്, അതിൽ പലിശ വാങ്ങലുമുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വിരോധിക്കപ്പെട്ട പലിശ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ. ഇനി ഒന്നുകൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അന്നത്തെ ബാങ്ക് എന്ന് പറഞ്ഞ ഒരു വ്യക്തി. അപ്പോൾ ഈ ചൂട് കാലത്ത്, നിങ്ങൾ ഗൾഫിലായിരുന്നു എന്നല്ല, ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ അറബികളൊക്കെ എങ്ങോട്ട് പോകും? സിറിയ, ആ ഭാഗത്ത് തണുപ്പായിരിക്കും, അങ്ങോട്ട് പോകും കച്ചവടം. അവിടെ സിറിയെന്നൊക്കെ പോയിട്ട് മാക്സിമം സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വന്ന് മക്കയിലും മദീനയിലും കൊണ്ടുവന്ന് വിൽക്കും. ചൂട് കാലത്ത് യമനിലേക്ക് പോയിട്ട് യമനിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് മക്കയിൽ കൊണ്ടുവന്ന് വിൽക്കും. ഇതാ ചെയ്തിരുന്നത്. അപ്പോൾ ഈ കച്ചവടക്കാരെ എവിടെ നിന്നാണ് കാശ് വാങ്ങിയിരുന്നത്? അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തുനിന്ന്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് കാശ് കടം വാങ്ങും. അവർ സാധനം ഹോൾസെയിലായിട്ട് കൊണ്ടുവന്ന് മദീനയിലോ മക്കയിലോ ഒക്കെ വെച്ച് വിറ്റതിൻ്റെ ശേഷം ആ കിട്ടുന്ന ലാഭത്തിൽ നിന്ന് വാങ്ങിച്ച കടവും അതിൻ്റെ കൂടെ പലിശയും കൂടി കൊടുക്കും. അതാണ് ഹജ്ജത്തുൽ വദായിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന റിബ ഉൾപ്പെടെ എല്ലാ റിബയും ഞാനിതാ എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ വെച്ച് ചവിട്ടി താഴ്ത്തിയിരിക്കുന്നു, അതിനി ഇല്ല, ഇനി പാടില്ല എന്ന്. അപ്പോൾ ആ കാലത്തെ പലിശ തന്നെയാണ് ഈ കാലത്തെ പലിശ. രണ്ടാമത്തെ നിങ്ങളുടെ വിഷയം, വലിയ സമ്പത്തുള്ള ആളുകൾ ഇപ്പം എന്ത് ചെയ്യുന്ന? ഒരു നിവൃത്തിയില്ല, ബാങ്കിൽ ഇട്ടേ മതിയാവും. 10,000 രൂപയിലധികം ക്യാഷായിട്ട് ട്രാൻസ്ഫർ ഇപ്പോൾ പാടില്ല. നിങ്ങൾ ചെക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യണം, അല്ലെങ്കിൽ മണി ട്രാൻസാക്ഷൻ അങ്ങനെ ചെയ്യണം. ക്യാഷ് ആയിട്ട് നിങ്ങൾ ആർക്ക് കൊടുക്കുകയാണെങ്കിൽ 10,000-ത്തിലധികം പാടില്ല എന്നാണ്. ഇനിയിപ്പോൾ കൂട്ടിയൊന്നും അറിയില്ല. അപ്പം അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം ആവട്ടെ ആരാവട്ടെ, അവരുടെ കയ്യിൽ ഒരു നിശ്ചിത എമൗണ്ട് കഴിഞ്ഞാൽ ബാക്കി ബാങ്കിൽ സൂക്ഷിക്കുക എന്നത് നിർബന്ധിത സാഹചര്യമാണ്. ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത, നിർബന്ധിത സാഹചര്യത്തിൽ പാടില്ലാത്ത കാര്യങ്ങൾ അനുവദനീയമാണ്. അത് എവിടെ ഇളവുണ്ട്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഒരു 10 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ നിയമമാണ്, നാട്ടിലെ നിയമമാണ്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുക എന്നത്, അങ്ങനെ നിർബന്ധിത സാഹചര്യം ഇസ്ലാമിൽ ഹറാമട്ടല്ലതാനും. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരേ കാര്യമുള്ളൂ, ഞാൻ ഡെപ്പോസിറ്റ് ചെയ്താൽ അതിൻ്റെ മേൽ വരുന്ന പലിശ, അതിൻ്റെ മുകളിൽ വന്ന പലിശ, ആ പലിശ ഞാനോ എൻ്റെ കുടുംബമോ ഉപയോഗിക്കാതെ അത് പണ്ഡിതന്മാർ വ്യക്തമാക്കിയ പൊതുവായ സേവന അങ്ങനെ ഒരു ഉപകാരപ്രദമായ മേഖലയിൽ ചെലവഴിച്ച് തീർക്കേണ്ടതുമാണ്. ഇതാണ് അതിൽ ചുരുക്കി പറയാനുള്ളത്. ഇനി ഇല്ല എന്നാണ് എൻ്റെ ഓർമ്മ. ബാറക്കല്ലാഹു മാഷാ അല്ലാഹ്, അള്ളാഹു നിങ്ങളെ ആഫിയത്തും ആരോഗ്യവും ഇൽമും ഒക്കെ വർദ്ധിപ്പിച്ചിട്ടെ. വമിൻഹും മൻ ഇൻ തഅ്മൻഹു ബിദീനാരിൻ ലാ യുഅദ്ദിഹി ഇലൈക് തഅ്മൻഹു ബിഖിൻതാരിൻ ലാ യുഅദ്ദിഹി ഇലൈക് എന്നൊരു സൂറത്ത് ആൽ ഇംറാനിൽ അത് വളരെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സംഭവിച്ചു പോയ തെറ്റാണ്. നിങ്ങൾ ഓർമ്മിപ്പിച്ച് വളരെ സന്തോഷം. ഡോക്ടറാ? മാഷാ അല്ലാഹ്. ഞാൻ ചാരിറ്റി നടത്തുന്ന സ്ഥാപനത്തിന് വൈ എന്ന് പേരിൽ അറിയാം. ഈ വൈ എന്ന സ്ഥാപനത്തില് ഭിന്നശേഷി കുട്ടികളെ സംരക്ഷിക്കല്, പിന്നെ ഉപ്പയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും അഭയകേന്ദ്രം ആ കുട്ടികള് മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ആ സ്ഥാപനത്തിലേക്ക് ഏമുതൽ എക്സ് വരെയുള്ള ആൾക്കാർ സകാത്തിന്റെ വിഹിതത്തിൽ നിന്ന് പൈസ തരുന്നുണ്ട്. ആ സകാത്തിന്റെ വിഹിതം നമ്മളെ മുസ്ലിം മത വിശ്വാസികളല്ലാണ്ട് ഈ ചികിത്സക്കും ചെയ്യുന്ന ഇതര വസ്തുക്കളുണ്ടാവില്ല. അവർക്ക് ഇതിന്റെ വിഹിതം കൊടുക്കുന്ന ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് ഒന്ന് അറിയാൻ. അവിടെ മുസ്ലിങ്ങളുണ്ടോ? അങ്ങനെയാണെങ്കിൽ സകാത്തായിട്ട് വാങ്ങുന്ന എമൗണ്ടും സദക്കയായിട്ട് വാങ്ങുന്ന എമൗണ്ടും നിങ്ങൾ രണ്ടായിട്ട് കണക്ക് വെക്കണം. എന്ന് വെച്ചാൽ ആ പേനയും പാലിയേറ്റോ അല്ലെങ്കിൽ അഭയകേന്ദ്രത്തിൽ ഒരു 25 അന്തേവാസികളുണ്ട് എന്ന് വിചാരിക്കുക.
നിങ്ങൾക്കൊരു 10 ലക്ഷം ഉറുപ്പ്യ എങ്ങനെ കിട്ടും ചെയ്ത് അതിലൊരു 5 ലക്ഷം സക്കാത്തിൻ്റെ വകയിൽ കിട്ടിയതാണെങ്കിൽ ഈ 5 ലക്ഷം നിങ്ങൾ മുസ്ലിങ്ങളായ രോഗികൾക്കേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സദക്ക ആർക്കും പറ്റും. അപ്പം അത് അവരുടെ മെഡിസിൻ, അവരുടെ ചികിത്സ, അതിനൊക്കെ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക. അതിൽ സൂക്ഷ്മത വരുത്തണം. 2 കണക്ക് വെക്കണം, കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ്. ഗവൺമെന്റ് നൽകുന്ന ഇൻഷുറൻസ് സ്കീമുകളാണെങ്കിൽ അതിൽ പണ്ഡിതന്മാർ ഇളവ് തന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഗവൺമെന്റ് ചെയ്യുന്ന ഇത്തരം സംഗതികൾ പൗരന്മാർക്ക് സർക്കാർ നൽകേണ്ട ബാധ്യതയാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരന് ആരോഗ്യവും വിദ്യാഭ്യാസവും നൽകുക എന്നത് സർക്കാരിൻ്റെ, ഏതൊരു നാട്ടിലെയും സർക്കാരിൻ്റെ ബാധ്യതയാണ്. നമ്മളത് വേണ്ട എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെ സർക്കാർ ഈടാക്കുന്ന നികുതിയൊക്കെ നമ്മൾ ഉപയോഗിക്കണ്ട എന്ന് പറയുന്നതിന് തുല്യമാവും. അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ സർക്കാർ തലത്തിൽ ഇത്തരം നൽകുന്ന ഇൻഷുറൻസ് സ്കീമുകൾ, പിന്നെ പോളിസികളൊക്കെ സ്വീകരിക്കുന്നതിൽ ഇളവുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പൊതുവെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. പ്രൈവറ്റ് കമ്പനികളുടേത് അവർ നിർബന്ധിത സാഹചര്യത്തിൽ മാത്രമേ അനുവദനീയാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. സംഘടിപ്പിച്ച കമ്പനി ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അത് സംശയത്തിൽ പലരും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. ഈ കൊറിയായിട്ട് ബന്ധപ്പെട്ടാൽ ഇപ്പൊ നമ്മുടെ അടുത്ത ഗ്രൂപ്പില്, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചർച്ച വന്നിട്ടുണ്ടായിരുന്നു. കുറി സാധാരണ ഈ കൊറി എന്ന് വെച്ചാൽ കടം കൊടുക്കുന്നതിന് തുല്യമാണല്ലോ. ചില സ്ഥാപനങ്ങൾ അതിനെ അങ്ങനെ ആ വശം നോക്കുമ്പോൾ നമുക്ക് അത് അംഗീകരിക്കാം. തുല്യമായിട്ട് കൊടുക്കുന്നത് അസംഖ്യ മൊത്തത്തില് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. ചില സ്ഥാപനങ്ങൾ കൊടുക്കുന്ന നടത്തുമ്പോൾ പിന്നെ നിശ്ചിത വേഗം പിടിച്ചു വെച്ചിട്ട് ബാക്കി കൊടുക്കുന്ന രീതിയുണ്ട്. അതുപോലെ ലേലം കൊറി ശരിക്കും ഒരു ഇസ്ലാമികരമായ മാനം എന്താണ് കൊടുത്തത്? അതിന് പിന്നെ ഇസ്ലാമികമാകുന്ന രൂപമുണ്ട്, ഇസ്ലാമികമാകാത്ത രൂപമുണ്ട്. ഇസ്ലാമികമാകാത്ത രൂപത്തിൻ്റെ ഏറ്റവും അപകടകരമായ രൂപം ഞാൻ പറഞ്ഞുതരാം. ഇന്നിപ്പോൾ എനിക്കൊരു പരസ്യം വെച്ചിട്ടുണ്ട്. 1 ലക്ഷത്തിൻ്റെ കുറിയാണ് അതിൽ ചേർന്നിട്ടുള്ളത്. ആർക്കാണോ നറുക്ക് കിട്ടുന്നത് അവർക്ക് 1 ലക്ഷം കിട്ടും, പിന്നെ ഒരു കുറി അടക്കുകയും വേണ്ട. അത് ശുദ്ധ പലിശയാണ്. എന്നുവെച്ചാൽ ആദ്യത്തെ നറുക്ക് ഞാൻ 2000 റുപ്യ അടച്ചു, അന്ന് തന്നെ എനിക്ക് നറുക്ക് വീണ് എനിക്ക് 1 ലക്ഷം റുപ്യ കിട്ടി, പിന്നെ ഞാൻ അടക്കണ്ട. ഇനി വിളിക്കുറി എന്നും പറയലുണ്ട്. ഇനി വേറെ ഒന്ന്, അതിൻ്റെ തന്നെ മറ്റൊരു രൂപമാണ്. ഇപ്പം എനിക്ക് ഒരു 10 ലക്ഷത്തിൻ്റെ കുറിയാണ്, എനിക്ക് ഈ മാസം അർജൻറ്റ് കാശ് ആവശ്യം വന്ന്. അപ്പം ഞാൻ ഇങ്ങനെ പറയാം, ഈ പ്രാവശ്യത്തെ കുറി എനിക്ക് തന്നാൽ ഞാൻ അതൊരു 2 ലക്ഷം വിട്ടുതരാം. അപ്പോൾ 8 ലക്ഷം എനിക്ക് കിട്ടും. അപ്പം ഞാൻ ഈ 2 ലക്ഷം വിട്ടുതരാം എന്ന് പറയുന്നത് പലിശയാണ്. അത് അയാൾ മനസ്സ് സംതൃപ്തോടു കൂടി പറയുകയാണെങ്കിൽ എന്നതുകൊണ്ട് ഹറാം ഹലാലാവില്ല. പരസ്പരം പൊരുത്തപ്പെട്ടതുകൊണ്ട് ഹറാം ഹലാലാവില്ല. കാരണം അയാൾക്ക് ആദ്യം പൈസ ആവശ്യമുള്ളത് കൊണ്ട് 2 ലക്ഷം അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ്. ബാക്കിയുള്ള ആളുകൾ ഈ അനുഭവിക്കുന്ന 2 ലക്ഷം എന്നത് മറ്റേ ആൾ നേരത്തെ എടുത്തത് കൊണ്ട് അവരുടെ കാശ്, അദ്ദേഹത്തിൻ്റെ കാശ് ഇവർ കൊടുത്ത 1 ലക്ഷത്തിൻ്റെ പുറമെ എല്ലാവരും കൂടി എടുക്കുകയാണ്. അതും ശുദ്ധ പലിശയാണ്. മൂന്നാമത്തെ ഒരു രൂപമുണ്ട്. ഇപ്പോൾ അഷറഫ് സാഹിബ് യൂണിറ്റി സെൻറ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു കുറി തുടങ്ങി. ഈ ചുറ്റുപാട്ടത്തുള്ള എല്ലാവരെയും കൊടുന്ന് കൂട്ടി, അപ്പോൾ എല്ലാവരും ചേർന്ന് ആ മുസ്താഖ് ഡോക്ടറോട് നിങ്ങൾ 5000-ൻ്റെ 10,000-ൻ്റെ കുറി നിങ്ങളും ചേർന്നോളി, പക്ഷേ ആദ്യത്തെ നറുക്ക് നമുക്ക് തരണം. അങ്ങനെ ഓക്കെ പറഞ്ഞു, എല്ലാവരും കൂടി ചേർന്നു. അപ്പോൾ അദ്ദേഹം 1,10,000 അദ്ദേഹം അടച്ചാൽ അദ്ദേഹത്തിന് കിട്ടുക 1 ലക്ഷമാണ്. ഇങ്ങനെ പറ്റൂല. കാരണം 1 ലക്ഷം കൊടുക്കുന്നു, 1,10,000 കൊടുക്കേണ്ടി വരുന്നു. ആ 10,000 രൂപ എന്നത് പലിശയായിട്ട് വരും. അതേസമയം ഇദ്ദേഹം പറയുകയാണ്, 1,10,000 ഇദ്ദേഹത്തിന് കിട്ടിയപ്പോൾ ഏതായാലും നിങ്ങൾ ഇതൊക്കെ നടത്തിയല്ലേ, എൻ്റെ വക കടന്നോളി, 10,000 റുപ്യ കുടിച്ചോളി തന്നെ കൊടുത്താൽ അത് സ്വതക്കയായി. നേരത്തെ വ്യവസ്ഥ വെക്കുകയാണ്. ആ വ്യവസ്ഥയിൽ പെട്ടോൽക്കേ അതിൽ ചേരാനും പറ്റുള്ളൂ എങ്കിൽ അത് 1 കൊടുത്തിട്ട് 1,10 എന്ന അനുപാതം അവിടെ വ്യവസ്ഥ വെച്ചിട്ടാവുമ്പോൾ പലിശയാവും. മറ്റൊന്ന് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ ഉള്ളവർ 10-60 ആൾ കൂടിയിട്ട് അഷറഫ് സാഹിബിനോട് പറയുക, ഞങ്ങളെല്ലാവരും ഓരോ മാസവും 10,000 റുപ്യ തരും, നിങ്ങളത് സൂക്ഷിക്കണം, പള്ളീൻ്റെ പേരിൽ സൂക്ഷിക്കണം, പള്ളീൻ്റെ ഒരു അൽമാരയിൽ സൂക്ഷിക്കണം, നിങ്ങളത് സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്നതിന് നിങ്ങൾക്ക് നമ്മളെ വക എല്ലാവരും കൂടിയിട്ട് ഓരോ മാസവും ഒരു എമൗണ്ട് തരും. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം, പള്ളിക്കും ഉപയോഗിക്കാം. അങ്ങനെ വാങ്ങിച്ചാൽ കടം വാങ്ങിച്ചതുപോലെയല്ല ഉണ്ടാകുക. അഷറഫ് സാഹിബ് ഇവിടെയൊക്കെ പൂട്ടി പൈസ ഒക്കെ ഇവിടെ വെച്ച് പോയി.
അല്ലെങ്കിൽ കുറിയിൽ ആദ്യം നറുക്ക് കിട്ടിയ ആളുകൾ കുറി കിട്ടിയതിന് ശേഷം ലാ തുമ്പ വല വാല, പിന്നെ അയാളെ തുമ്പുമില്ല വാലുമില്ല, അയാൾ മുങ്ങി. അങ്ങനെയൊക്കെ ആകുമ്പോൾ അഷ്റഫ് സാഹിബ് നിങ്ങൾക്ക് തരേണ്ടി വരും എന്ന അവസ്ഥയാണെങ്കിൽ കടം വാങ്ങിയത് പോലെ ആവും. അതല്ല നിങ്ങളെല്ലാവരും സഹിക്കുകയാണെങ്കിൽ അത് അനുവദനീയവുമാണ്. ഏറ്റവും നല്ലത് ചേരുന്ന ആളുകൾക്ക് 1 ലക്ഷം കിട്ടിയാൽ 1 ലക്ഷം തന്നെ തിരിച്ചു കൊടുക്കുക. 1 ലക്ഷത്തിൻ്റെ കുറിയാണെങ്കിൽ 1 ലക്ഷം തന്നെ തിരിച്ചു കൊടുക്കുക. അത് കൈ കിട്ടിയതിന് ശേഷം ഓരോരുത്തർ തീരുമാനിക്കുക, നല്ലൊരു സംരംഭത്തിനല്ലേ എൻ്റെ വക 5000 പിടിച്ചോളി. അങ്ങനെ എല്ലാവരും കൊടുക്കുകയാണെങ്കിൽ അത് സ്വമേധയാ കൊടുക്കുന്ന ഒരു ദാനമാകും, വലിയ പുണ്യകർമ്മവും ആവും. ആദ്യം കണ്ടീഷൻ വെച്ചാൽ പലിശയായി. അതെ അതെ ആ 11 മാസത്തെ കുറി 10 മാസത്തെ പൈസ 5000 വെച്ചാണെങ്കിൽ 50,000 കിട്ടും. നമ്മളിത് വെക്കുന്നത് നമ്മൾക്കിടയിലുള്ള പാവപ്പെട്ട ആളുകളുടെ എന്തെങ്കിലും പ്രയാസങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നടത്തിന്റെ പൈസ നമ്മൾ വിനിയോഗിക്കുക. അതുകൊണ്ട് തൽപരരായ ആളുകൾ ഇതിൽ ചേർന്നുകൊണ്ട് ഈ രൂപത്തിൽ ഒരു അഗ്രിമെന്റ് ചെയ്താൽ അല്ല, അപ്പോ കുറെ ആളുകളുടെ നഷ്ടമാണ് ഒരാളുടെ ലാഭമായി മാറുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളായ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി 5000 ചോദിച്ചാൽ പോലും തരുമോ? ഇങ്ങനെ ഒരു വ്യവസ്ഥ ഒന്നും ഇല്ലാണ്ടേ. അല്ല, അങ്ങനെ തരികയാണ് പിന്നെ ഇതിൻ്റെ ആവശ്യമുണ്ടോ? അല്ല, അങ്ങനെ നിൽക്കണേ. അപ്പൊ അയാൾക്ക് 1 ലക്ഷം കിട്ടണം. നിങ്ങൾ ഈ കുറി സിസ്റ്റത്തിലൂടെ അയാൾക്ക് 1 ലക്ഷം കിട്ടണം. എങ്കിൽ മാത്രമേ അയാൾ 5000 തരൂ എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ പാവപ്പെട്ടവരെ സഹായിക്കാൻ എല്ലാ മാസവും നിങ്ങൾ ഓരോരുത്തരോട് 5000 വാങ്ങിയാൽ പോരെ? ആ പിന്നെ കാരുണ്യ ലോട്ടറിയെ അങ്ങനെ വിശദീകരിക്കാൻ പറ്റൂല. ലോട്ടറിയുമായി ബന്ധപ്പെട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊക്കെ നടന്നിരുന്ന ലോട്ടറി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാതിരി ലോട്ടറി അല്ല. കുറെ ആളുകൾ കളിച്ച് നറുക്കിട്ടിട്ട് ഒരു ഒട്ടകത്തെ കിട്ടും. ഈ ഒട്ടകത്തെ കിട്ടിയാൽ അയാൾ ഇന്നത്തെ മാതിരി അയാളത് വിറ്റ് പൈസ ഒന്നല്ല ചെയ്യുക. ആ ഒട്ടകത്തെ അറുത്തിട്ട് ആ നാട്ടുകാർക്ക് മുഴുവൻ ഇറച്ചി വിതരണം ചെയ്യുക. നറുക്ക് കിട്ടിയവന്. അതാണ് ഇസ്ലാം ഹറാമാക്കിയത്. കാരണം കുറെ ആളുകളുടെ നഷ്ടമാണ് ഒരാളുടെ ലാഭമായി മാറുന്നത്. അപ്പം ആളുകൾ സ്വയം തൃപ്തിപ്പെട്ടു എന്ന് അതാ ഞാൻ തൃപ്തിനെ ഞാൻ പറയട്ടെ. പരസ്പരം തൃപ്തിപ്പെട്ടു എന്നത് ഹറാമിനെ ഹലാലാക്കൂല. അങ്ങനെയാണെങ്കിൽ വ്യഭിചാര ഹലാലാവും. ആണിനും സമ്മത, പെണ്ണിനും സമ്മത. അതുകൊണ്ട് എന്താവൂല? വ്യഭിചാര ഹലാലാവൂല. അപ്പൊ ഹറാം. ഇപ്പൊ ഞാൻ നിങ്ങളെ വരുന്നതിനും സാദിഖ് സാഹിബിനോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു 5 ലക്ഷം ഉറുപ്പ്യ എനിക്ക് കടം തരി, ഞാൻ നല്ല കച്ചവടക്കാരനാ, പൈസ കയ്യിലൊന്നുമില്ല. 5 ലക്ഷം ഉറുപ്പ്യ കച്ചവടം ചെയ്താൽ ചുരുങ്ങിയത് മാസത്തിൽ 1 ലക്ഷം ഉറുപ്പ്യ ലാഭം ഉണ്ടാവും. 50,000 നിങ്ങൾക്കും തരാം. എനിക്കും തൃപ്തി, മൂപ്പർക്കും തൃപ്തി. അത് പറ്റുമോ? അത് പറ്റും. എപ്പോന്നറിയോ? സാദിഖ് സാഹിബിനോട് ഞാൻ പറയണം, അഥവാ 5 ലക്ഷം കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചാൽ അന്നേരം നിങ്ങൾ മട്ടം മാറരുത്. എൻ്റെ 5000 5 ലക്ഷം എവിടെയെന്ന് ചോദിച്ചു വരരുത്. ആ നഷ്ടത്തിലും കൂടി പങ്ക് വഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാഭത്തിനും അർഹത ഉണ്ട്. അപ്പം ഇസ്ലാമിക നിയമം പൊതുവെ പറഞ്ഞോടെ, ആർക്കാണോ ലാഭത്തിന് അവകാശമുള്ളത് അവർക്ക് നഷ്ടം സംഭവിച്ചാൽ വഹിക്കേണ്ട ബാധ്യതയുമുണ്ട്. ആരാണോ നഷ്ടം വഹിക്കുന്നത് അവർക്കേ ലാഭത്തിന് അർഹതയുള്ളൂ. നിയമം പഠിച്ചോളി. നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഇത്രയും വരും. പൈസ അങ്ങനെ കൊടുത്തിട്ട് മാസം മാസം ലാഭം മാത്രം വാങ്ങുക, എന്നിട്ട് കച്ചവടം പൊളിഞ്ഞാൽ എൻ്റെ പൈസ എവിടെയാണ് ചോദിച്ചു വരിക? അതാണ് ലാഭം എന്ന് പറയണതാണ്. ലാഭം എന്ന് പറയാ ശരിക്ക് പലിശ. അത്തരം ആളുകൾ അള്ള കുപ്പിയിലിട്ടിട്ടാ നരകത്തിലിടുക. എന്താ? നരകത്തിലിടുമ്പോ അള്ളഹാനോട് ചോദിക്കും, അള്ളഹാനോട് എന്തിനാ അള്ള നീ എന്നെ നരകത്തിലിട്ടെ? അപ്പൊ അള്ള അയാളോട് പറയും, എന്നെ ഞാൻ ഇട്ടിട്ടില്ല, കുപ്പിയിട്ട പിച്ചയിൽ പെട്ടാന്ന്. രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, ഒരു സിനാരിയാണ്. എനിക്കൊരു വാഹനം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ കയ്യിൽ രൊക്കമായിട്ട് ചെലവാക്കാൻ പറ്റിയ കാശ് കുറച്ചാണ്, ഒരു 10 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കാം. ആ വാഹനം, എനിക്കൊരു ചെറിയ വാഹനം എടുക്കാം. പക്ഷെ ആ വാഹനം എടുക്കുന്ന കൊണ്ട് എനിക്ക് എന്റെ കുടുംബത്തിന്റെ ഫുള്ളായിട്ട് നിറവേറ്റാൻ പറ്റുന്ന യാത്രകളോ വലിയ കുടുംബമോ ആണ്. ഒന്നിച്ച് കാശ് കൊടുക്കാനില്ല, ഒന്നിച്ച് കാശ് കൊടുക്കാൻ കുറച്ചേ ഉള്ളൂ. അപ്പൊ ഞാനത് സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് എന്റെ കയ്യിലുള്ള കാശ് കൊണ്ടുള്ള ചെറിയ വാഹനം എടുക്കാമോ? അത് എനിക്ക് വലിയ വാഹനം എടുക്കാൻ മറ്റ് മാർഗങ്ങൾ അവലംബിക്കാമോ? ഒന്നാമത്തെ
രണ്ടാമത്തെ ഓൾറെഡി ഇവിടെ പറഞ്ഞതാണ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ. അതിനകത്ത് പറഞ്ഞത് നിർബന്ധിതാവസ്ഥയിൽ മാത്രം പ്രൈവറ്റും അല്ലാത്തപ്പോൾ ഗവൺമെന്റുകളാണ്. നമ്മുടെ നിലവിലെ സാഹചര്യത്തിൽ ഗവൺമെന്റ് സംവിധാനങ്ങളിൽ കിട്ടുന്ന ചികിത്സയ്ക്ക് പരിമിതികളുണ്ട്. പല ചികിത്സയും ഗവൺമെന്റിൽ നമുക്ക് കുറച്ച് ഹയർ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ ഗവൺമെന്റ് അല്ലാത്ത സ്ഥാപനങ്ങളിലേക്ക് പോകേണ്ടി വരുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൈവറ്റ് എടുക്കേണ്ടി വന്നാൽ ഇനി കേസ് എടുക്കേണ്ടി വന്നാൽ നിർബന്ധിതാവസ്ഥയിൽ പോലെയാണെങ്കിൽ പോലും രണ്ട് ചോദ്യമല്ലേ? ഒന്നാമത്തെ ചോദ്യം വാഹനം വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട അത് നിങ്ങളുടെ അടിയന്തര എത്ര നിർബന്ധിത സാഹചര്യം നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട്? നിർബന്ധിത സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കാർ ലോൺ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വാഹനം വാങ്ങിക്കാം. കാർ എടുക്കേണ്ട നിർബന്ധിത സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങളും അള്ളയാണ് അറിയുള്ളൂ. നിങ്ങൾക്ക് പറയാൻ പറ്റണം അള്ളഹാനോട്, പടച്ചോനെ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എടുത്തതാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഉദാഹരണം, നിങ്ങളൊരു ഡോക്ടറാണെന്ന് വിചാരിച്ചോ, ഇപ്പോൾ സർവീസ് കയറിയിട്ടേ ഉള്ളൂ. കണ്ണൂർ നിങ്ങൾക്ക് ഒരു 10-40 കിലോമീറ്റർ യാത്ര ചെയ്ത് പോകണം. ബൈക്കുമ്പോൾ പോയാൽ പറ്റൂല. മക്കളെ അതിൻ്റെ ഇടയ്ക്ക് പോണ ബൈക്ക് മക്കളെ സ്കൂളിലേക്ക് ആക്കണം. ഒക്കെ നിങ്ങൾ തന്നെ ഉള്ളൂ. ഭാര്യനും ചിലപ്പോൾ ഒരു ബൈക്കാക്കി കൊടുക്കണം. അപ്പോൾ കാർ തന്നെ വേണ്ടി വരും. പഴയ കാറാണെങ്കിൽ ഇറങ്ങിയത് സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോൾ ഡോക്ടറാണ്. സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോൾ ഇത് വേറെ ആളെ കൊണ്ട് തള്ളിക്കാൻ പുറപ്പെടുന്നത്. അങ്ങനത്തെ പോലത്തെ കാറാണെങ്കിൽ ശരിയാവില്ല. അപ്പോൾ നല്ല കാർ തന്നെ വേണ്ടി വരും. അപ്പം നിങ്ങൾക്കൊരു നിർബന്ധിത സാഹചര്യം ഉണ്ട് എന്ന് നിങ്ങൾക്ക് അള്ളാന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ പറ്റിയാൽ മതി. അത് എനിക്കറിയില്ല, എനിക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അനുവദനീയമാണ്. രണ്ടാമത് പറഞ്ഞത് മെഡിക്കൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ട് അവിടെയും എനിക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് നന്നായിട്ട് അറിയാം, ഞാനും നിങ്ങളെ കൊടുത്ത് ജീവിക്കുന്ന ഒരാളാണ്. ഒരു കുടുംബത്തിൽ കാര്യമായ ഒരു രോഗമൊക്കെ വന്നാൽ ഒരു ഹോസ്പിറ്റൽ പോകുന്നതോടുകൂടി അവൻ്റെ വീട് വിൽക്കേണ്ട ഒരു അവസ്ഥ വരെ വരാറുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് ഒരു മെഡിക്കൽ കവറേജ് കിട്ടുന്ന ഇൻഷുറൻസ് സ്വീകരിക്കുന്നത് നിർബന്ധിത സാഹചര്യം ഉണ്ടോ ഇല്ലേ എന്ന് അവരവർക്ക് തീരുമാനിക്കാവുന്നതാണ്. അതിലെനിക്കൊരു അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിർബന്ധിത സാഹചര്യം ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് അവിടെ അളവുണ്ടാവും. ഇല്ലേ നിങ്ങൾ അള്ളാന്റെ മുമ്പിൽ കൊടുക്കും. ഇൻഷാ അല്ലാഹ്. അതെ, ഖാദർ സാഹിബ് പറഞ്ഞ പോലെ ഇവിടെ ചില കമ്പനികളുണ്ട്. കമ്പനികൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അവരെ സാലറിയിൽ നിന്ന് പിടിക്കുകയും ചെയ്യും കമ്പൽസറി ആയിട്ട്. ഗൾഫിൽ ഗവൺമെന്റിന്റെ നിയമമായി എല്ലാ പ്രൈവറ്റ് കമ്പനികളും എംപ്ലോയീസിനെയും ലേബേഴ്സിനെയും ഇൻഷൂർ ചെയ്തിരിക്കണം. ഇവിടെയൊക്കെ നിർബന്ധം വേറെ നിവൃത്തി. നമ്മൾ ഇവിടെ തന്നെ വാഹനം റോട്ടുമിൽ ഇറക്കണമെങ്കിൽ എന്താവണം? ഇൻഷൂർ ചെയ്യണം. വേറെ നിവൃത്തിയില്ല. അവിടെയൊക്കെ നമുക്ക് എന്തായിരുന്നാലും നിർബന്ധിത സാഹചര്യം തന്നെയാണ്. കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇത് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചാണ്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതെ, മ്യൂച്വൽ ഫണ്ട് പല ടൈപ്പ് ഉണ്ട്. ചിലത് അതിൻ്റെ ക്യാപിറ്റലിൽ ഹറാമും ഹലാലും പാലിക്കാത്ത കമ്പനികളുണ്ട്. അതെന്തായിരുന്നാലും നമുക്ക് ശരിയാവില്ല. കാരണം അള്ളാഹു നമ്മോട് 2 ചോദ്യമാണ് ചോദിക്കുക. 4 ചോദ്യം പരലോകത്ത് ആദ്യം ചോദിക്കുക. അത് 2 ചോദ്യവും പണത്തെ പറ്റിയ. മിൻ ഐന ഇഖ്തസബ്ത വഫീമ അൻഫഖ്ത. നീ ഇത് എങ്ങനെ സമ്പാദിച്ചു, നീ എവിടെ ചെലവഴിച്ചു. അപ്പം അതുകൊണ്ട് തനി ഹറാമായ മദ്യ അബ്കാരി വ്യവസായം തുടങ്ങിയ ഹറാമുമായ അതിൽ കൂടിക്കലർന്ന് ഒരു ഹറാമോ ഹലാലും പാലിക്കാത്ത കമ്പനികളിലൊക്കെ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള മ്യൂച്വൽ ഫണ്ടാണെങ്കിൽ അതെന്തായിരുന്നൊരു മുസ്ലിമിന് അനുവദനീയമല്ല. എന്നാൽ ശരിയ കംപ്ലൈൻ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സിസ്റ്റം ഉണ്ട് എന്ന് പണ്ഡിതന്മാർ ബോംബെ കേന്ദ്രമായിട്ടുള്ളവർ അനുവദിച്ചതായിട്ട് കാണുന്നുണ്ട്. അത്തരം മ്യൂച്വൽ ഫണ്ടുകളുടെ ആ ഡീലിങ്ങിൽ ഹറാം ഹലാല് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതാ ഫിക്സഡ് എമൗണ്ട് ലാഭം ഓഫർ ചെയ്യുന്നുണ്ടോ എനിക്കതിനെ അറിയില്ല. പല രൂപത്തിൽ പല കമ്പനികളുടെയും പല സംവിധാനത്തിന് പല രൂപത്തിലാണ്. ടാറ്റ എത്തിക്കൽ മ്യൂച്വൽ ഫണ്ടൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. അത് നിങ്ങൾ ഇത്രേ നോക്കണ്ടേ. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1, അതിൻ്റെ ക്യാപിറ്റലിൽ ഹറാമായ മുതലുണ്ടാവരുത്. എന്നുവെച്ചാൽ പലിശ, മദ്യ വ്യവസായം എന്ന് തുടങ്ങിയിട്ടുള്ളതൊന്നും ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തത് അത് ലാഭമുണ്ടാക്കുന്ന വഴികൾ ഹറാമായതാകാൻ പാടില്ല. മൂന്നാമത്തത് ലാഭവിഹിതം എന്നത് കൊടുത്ത ക്യാപിറ്റലിൻ്റെ ഫിക്സഡ് എമൗണ്ട് ആകാൻ പാടില്ല. അഥവാ ഞാനൊരു 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ 10 ലക്ഷത്തിൻ്റെ 10% എന്ന് എഗ്രിമെൻ്റ് ഉണ്ടാകാൻ പാടില്ല. കാരണം അത് പലിശയായി മാറും. പിന്നെന്താ വേണ്ടേ? നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്ര % ആണ്,
ലാഭമുണ്ടായാൽ അതിൽ ഇത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് ലാഭം തരാം എന്നായിരിക്കണം. അങ്ങനെയാവുമ്പോൾ 10,000 രൂപ ലാഭം കിട്ടിയാൽ എനിക്ക് 1000 രൂപ എൻ്റെ ഓഹരിയായിട്ട് കിട്ടും, 10% വെച്ചാൽ. 20,000 ആണെങ്കിൽ എനിക്ക് 2,000 രൂപ കിട്ടും എന്ന് വെച്ചാൽ ഫിക്സഡ് എമൗണ്ട് ആയിട്ട് ലാഭവിഹിതം ഫിക്സ് ചെയ്യരുത്. നമ്മുടെ മൊത്തം ലഭിക്കുന്ന ലാഭത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടായിരിക്കണം ഫിക്സ് ചെയ്യേണ്ടത്. അവിടെയാണ് നീതിയാവുകയുള്ളൂ. മ്യൂച്വൽ ഫണ്ട് നഷ്ടത്തിലുണ്ടോ? തീർച്ചയായിട്ടും അതെ 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 കോവിഡ് സമയത്തൊക്കെ 40% അതെ 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 അത് കാരണം ഇൻവെസ്റ്റ് ചെയ്ത കമ്പനികളുടെ വരവനുസരിച്ചും അതിൻ്റെ ആക്ടിവിറ്റീസിൽ സംഭവിക്കുന്ന ഉയർച്ചയും താഴ്ചയും അനുസരിച്ച് ലാഭവും നഷ്ടവും ഉണ്ടാവും. ഷെയർ മാർക്കറ്റ് പോലെ തന്നെ. അതെ, അങ്ങനെ ഫിക്സഡ് എമൗണ്ട് ആണെങ്കിൽ പ്രശ്നം. ഇത് മതിയല്ലോ, ഇത് വേണം. സാമ്പത്തികമായ ബുദ്ധിമുട്ടുന്ന കുടുംബത്തിലെ പെൺകുട്ടിയുടെ കല്യാണ ആവശ്യത്തിലേക്ക് സക്കാത്ത് വിഹിതം നൽകാൻ പറ്റുമോ? മണിയറ പോലുള്ള ആർഭാടങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് സംശയം. ഇവിടെ എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ചോളി. നിങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ടത് കല്യാണത്തിനോ സദ്യക്കോ സൽക്കാരത്തിനോ അല്ല. സക്കാത്ത് കൊടുക്കേണ്ടത് ഫക്കീറോ മിസ്കീനോ ആയ ഒരാൾക്കാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ അന്നാന്ന് അന്നത്തിന് വകയില്ലാത്ത വേറൊരാൾ കൊടുത്താലേ തിന്നാൻ കഴിയുള്ളൂ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ 10,000 ഉറുപ്യ ചെലവും 5,000 ഉറുപ്യ അല്ലെങ്കിൽ 6,000-7,000 ഉറുപ്യ വരവുള്ള ആളാണ്. എന്ന് വെച്ചാൽ അന്നാന്ന് മാസം പൂർത്തിയാകണമെങ്കിൽ ആരാനോട് കടം വാങ്ങണം. ഈ മൂന്നാമത്തത് കടബാധിതരാണ്. ഇവർക്കൊക്കെ ഒരാളെ മോളെ കെട്ടിക്കാണ്ടെന്ന് പറഞ്ഞാൽ ഒരു പിതാവിന് ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യതയാണ്. വീട് നന്നാക്കേണ്ടി വരും. അത് നിങ്ങളെ പ്രൗഢിയിൽ ഉണ്ടാക്കണ്ടേ എന്നുള്ളത് അവർ തീരുമാനിച്ചോട്ടെ. അവർക്ക് നിങ്ങൾ സക്കാത്ത് കൊടുക്കുമ്പോൾ, ഇപ്പോൾ സാദിഖ് സാഹിബ് എനിക്ക് സക്കാത്ത് തരുമ്പോൾ ഞാൻ ഫക്കീർ മിസ്കീനിൽ പെടുമോ? എങ്കിൽ അയാളെ സക്കാത്ത് എനിക്ക് തരാം. ഞാൻ അതുകൊണ്ട് ഗൾഫിൽ പോയി, അല്ലെങ്കിൽ ഞാൻ അതുകൊണ്ട് കുഴിമന്തി തിന്നു, ഞാൻ അതുകൊണ്ട് മോക്ക് മാല വാങ്ങിക്കൊടുത്തു, അതെൻ്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് മോളെ കെട്ടിച്ചോ, അയാൾ ഗൾഫിൽ പോയോ, അയാൾ ഉമ്മക്കും അജ്ജിനും പോയോ, അതൊക്കെ അയാളെ ഇഷ്ടം, അയാളെ പൈസയാണത്. സക്കാത്ത് കൊടുക്കുന്നവൻ്റെ അധികാരമുള്ള പൈസയല്ല. നിങ്ങൾ കൊടുക്കുന്നത് ഫക്കീർ മിസ്കീന് കടബാധിതൻ തുടങ്ങി അർഹരായവർക്കായാൽ അവരെന്തിനോ ചെയ്തോട്ടെ. അവിടെ ഈ സംശയം പലർക്കുള്ള സംശയമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ സമ്പന്നനാക്കുന്നു. അതിനർത്ഥം അള്ളാഹു ധാരാളം മനുഷ്യരെ ദരിദ്രവാസികളാക്കുന്നു എന്നല്ലേ? ഇത് അള്ളാഹുവിൻ്റെ ഇരട്ടത്താപ്പ് നയമല്ലേ? ഇത് എന്ത് തരം ന്യായമാണ്? ഈ അള്ളന്നല്ലേ ഈ ഇബ്ലീസിനെ പഠിച്ച്? പണ്ട് മദ്രസയിൽ പഠിക്കുമ്പോൾ ഒരു കുഞ്ഞൻ ചോദിച്ച്, ഇതൊക്കെ അള്ള ചെയ്തുകണ്, എന്തിനാ പണ്ടാര് ഇബ്ലീസിനെ പഠിച്ച്? അതുകൊണ്ടല്ലേ ഈ കുരുമാല് മുഴുവൻ ഉണ്ടായത്. അപ്പം അതുകൊണ്ട് ദരിദ്രരെ പടച്ചത് അള്ളാഹു. അപ്പോൾ ആ സമ്പന്നൻ ആ ദരിദ്രക്ക് തൻ്റെ സമ്പത്തിൻ്റെ സക്കാത്ത് കൊടുക്കോ ഇല്ലേ എന്ന് തിരിയുള്ളൂ. അള്ളാഹ്ക്കല്ല, അവന് തിരിയണം. അവൻ സ്വർഗത്ത് പോകണമെങ്കിൽ ഞാനിതൊക്കെ ചെയ്തിട്ട് തന്നെ പോയതെന്ന് അവന് തോന്നണമല്ലോ. ദരിദ്രനെ ആ ഉള്ളവൻ്റെത് മോഷ്ടിക്കുന്നുണ്ടോ അതല്ല അവൻ ക്ഷമിക്കുന്നുണ്ടോ എന്ന് ഓനെയും പരിശോധിക്കണം. അതിന് വേണ്ടിയിട്ടാണത്. മൂന്നാമത്തെ ഒരു സംഗതി, എല്ലാവരും സമ്പന്നരാന്ന് വിചാരിച്ചോളി. ഒരു മുതലാളിനെ വണ്ടി ഓടിക്കാൻ വേറെ മുതലാളി വരുമോ? നിങ്ങൾ കാറ്ററിംഗ് കമ്പനിയിൽ കല്യാണത്തിനന്ന് കാറ്ററിംഗ് കമ്പനിയിൽ ബിരിയാണിയും കുഴിമന്തിയും ഉണ്ടാക്കാനുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കേണ്ടി വരൂലേ? അപ്പം അതുകൊണ്ട് മനുഷ്യൻ പരസ്പരം ആശ്രയിക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നഹ്നു ഖസംനാ ബൈനഹും. അള്ളാഹുവാണ് റിസ്ക് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള തട്ടുകൾ മാത്രമല്ല, ഇസ്ലാം നോക്കി നിങ്ങൾ ഒരു സമ്പന്നനായ ഒരാൾ, ഉദാഹരണമായിട്ട് അഷ്റഫ് സാഹിബിന് കുറച്ച് പറമ്പുണ്ട്, അല്ലെങ്കിൽ ഒരു നെൽപ്പാടമുണ്ട്. അദ്ദേഹം രാവിലെ മുതൽ പാടത്ത് പോയിട്ട് പണിയെടുക്കുന്നു, കുറേ കൂലിക്കാരെ കൊണ്ടുവന്നിട്ട് കൃഷി ചെയ്യുന്നു. അങ്ങനെ 100 കിൻഡല് 1000 കിൻഡല് നെല്ല് അദ്ദേഹം കൊയ്തു. ആ കൊയ്തയിൽ അതിൽ 100 കിൻഡൽ ഈ പാവപ്പെട്ടവരെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക. അവരൊന്നും ഇതിലൊരു പങ്കും വഹിച്ചിട്ടില്ല. അവർ ചിന്തിക്കൂലേ, എന്താ അഷ്റഫ് സാഹിബിന് എന്തേ വല്ല അസുഖം ബാധിച്ചു, ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലേനല്ലോ,
100 കിൻഡൽ അരി ഞങ്ങളെ വീട്ടിലൊക്കെ അദ്ദേഹം കൊണ്ടുതരുന്നു, 5 പൈസ വാങ്ങണമില്ല. ഇത് ഇസ്ലാമിലെ സക്കാത്താണ്. അപ്പൊ ആ മനുഷ്യന്മാർ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യും, പഠിച്ചോനെ അദ്ദേഹത്തിന് നാരി കോരി കൊടുക്ക് റബ്ബേ എന്ന് പ്രാർത്ഥിക്കും. അവരാ പ്രാർത്ഥിക്കുമ്പോൾ അഷ്റഫ് സാഹിബിന് വലിയ ഒരു സദ്യ നടത്തിയതിനേക്കാളും സന്തോഷം ഉണ്ടാവും. എനിക്ക് ഓലൊക്കെ പട്ടിണി മാറ്റാൻ പറ്റിയല്ലോ എന്നുള്ളത്. ഇതൊക്കെയാണ് ഇസ്ലാമിൽ ദരിദ്രനും പാവപ്പെട്ടവനും ഒക്കെ ഉണ്ടാകുമ്പോഴും സമ്പന്നനും ഉണ്ടാകുമ്പോൾ അങ്ങനെ തന്നെയാണ് ഏറ്റവും ഒരു സമൂഹത്തിൽ ഏറ്റവും നല്ല സാവർത്തിത്വവും ഉണ്ടാവുക. അപ്പൊ അള്ളാഹുവിന് ഇരട്ടത്താപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാണ്ട. ആൺമക്കളില്ലാത്ത പുരുഷൻ മരണപ്പെട്ടാൽ അനന്തര സ്വത്തിൽ സഹോദരങ്ങൾക്കുള്ള അവകാശം സഹോദരികൾക്കും ഉണ്ടോ? ഇല്ല, അവിടെ മകനും മകളും പോലെ തന്നെയാണ്. അപ്പം ഞാൻ മരിച്ചു, എനിക്ക് ആകെ ഉള്ളത് എൻ്റെ സഹോദരൻ, എൻ്റെ അനുജനും എൻ്റെ അനുജത്തിയും ആണെങ്കിൽ 3 ആയിട്ട് വീതം വെക്കും. 2 ഓഹരി എൻ്റെ അനുജനും 1 ഓഹരി എൻ്റെ പെങ്ങൾക്കുമാണ് കിട്ടുക. കച്ചവടക്കാരിൽ മഹാഭൂരിഭാഗവും തങ്ങളുടെ യഥാർത്ഥ കച്ചവടത്തിൻ്റെ കണക്ക് GSTക്ക് കൊടുക്കുന്നില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ശരിയാണോ? ഇതിൽ കളവ് അടങ്ങിയിട്ടില്ലേ? ഇതിൻ്റെ ഇസ്ലാമിക മാനദണ്ഡം വിശദീകരിക്കാമോ എന്നാണ്. പണ്ടൊരാൾ നേർക്ക് നേരെ കണക്ക് എഴുതി വെച്ചു. സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥൻ കണക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ മാറ്റി എഴുതണമെന്നാണ്. അതെന്താ ചോദിച്ചു? ഈ കണക്കുമായിട്ട് ഞാനവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തുള്ള കടക്കാരനൊക്കെ മറ്റേ കോലത്തിലാണ് എഴുതിയത്, അവിടെ എൻ്റെ ജോലി പോകും, നിങ്ങൾ ആ കോലത്തിൽ എഴുതിക്കോളി എന്ന് പറഞ്ഞു. അപ്പം എന്താ ചെയ്യുക? ഒന്ന്, ആധാരം രജിസ്റ്റർ ഉണ്ടാവില്ല. സ്ഥലം വാങ്ങിയിട്ട് 10 സെൻറ്റ് സ്ഥലം വിറ്റിട്ടുണ്ടെങ്കിൽ 10 ലക്ഷം, 1 സെൻറ്റിന് 10 ലക്ഷം വില ഉണ്ടെങ്കിൽ 1 ലക്ഷമാണ് ആധാരത്തിൽ കാണിക്കുക. രജിസ്റ്റർ ഓഫീസ് എന്ന അയാൾ പറയും, നിങ്ങളെന്ത് പൊട്ടന ഇങ്ങനെ കാണിക്കുന്നത്, ഇത് ഇത്ര എഴുതാൻ പറ്റുള്ളൂ. അപ്പം ഞാനൊരു ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, നിങ്ങളെന്തിനാ ഇമാതിരി ടാക്സും ഇങ്ങനത്തെ ഒക്കെ വിൽക്കണത്? അപ്പം അയാൾ പറയാം 100 വെച്ചാലേ 10 കിട്ടുള്ളൂ എന്ന്. അപ്പം നിയമം ഉണ്ടാക്കുന്ന ആളുകൾ തന്നെ എത്ര വെക്കണത്? അത്രേ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചാൽ ഉണ്ടാക്കണത് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊക്കെ തട്ടിപ്പും വെട്ടിപ്പും നടത്തണം എന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇതിൻ്റെ ഫത്വ നിങ്ങൾ എന്നെ ചോദിച്ചോളി. ഇനി ഇസ്ലാമികമാണ്. ഇസ്ലാമിക പ്രത്യേകം കറൻസി ട്രേഡിങ്ങിന് ഇതൊക്കെ ഹദീസിൽ വളരെ കൃത്യ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സ്വർണത്തിന് സ്വർണം, അന്ന് ദീനാറിന് ദീനാറാണ്, ദിർഹമിന് ദിർഹം. 3 നിബന്ധനയാ പറഞ്ഞത്. യദം ബിയദ്, മിഥിലം ബിമിഥിൽ, സവാഅൻ ബിസവാ. എന്ന് വെച്ചാൽ ഞാൻ 500 രൂപ നിങ്ങൾക്ക് തന്നിട്ട്, അല്ലെങ്കിൽ 2000 രൂപ നിങ്ങൾക്ക് തന്നിട്ട് 100 റിയാൽ നിങ്ങളായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ നോട്ടിക്കോളി. അപ്പം അത് രണ്ടും 2 ഐറ്റാ. എന്ന് വെച്ചാൽ സ്വർണവും വെള്ളിയും ദീനാറും ദിർഹമും കൈമാറുന്നത് പോലെ. അതേസമയം ഞാൻ നിങ്ങൾക്ക് 500ൻ്റെ ഒരു നോട്ട് തന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ അതിനും ചില്ലറ തരി, ഇവിടെ കൊടുക്കാനാണ്. അങ്ങനെ തരുമ്പോൾ 3 നിബന്ധന പാലിക്കണം. അതെന്താ? സ്പോട്ടിൽ കൈമാറണം. 500 റിയാൽ നിങ്ങൾക്ക് ഞാൻ എക്സ്ചേഞ്ചിന് തരൂ, 100 റിയാൽ 100 ഉറുപ്പ്യയുടെ 500 രൂപ തരുന്നു, 100 രൂപയുടെ 5 നോട്ട് നിങ്ങൾ തിരിച്ചു തരുന്നു. 100 ഒരു 10 ഉറുപ്പ്യ അധികം തന്നാൽ പലിശാവും. അതേസമയം റിയാലും പിന്നെ രൂപയും തമ്മിലാണ് മാറുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഏറ്റക്കുറച്ചിൽ വ്യത്യാസമില്ല. ഫബീഉ കൈഫ ശിഅ്തും ഇദാ കാന യദം ബിയദ്. സ്പോട്ടിൽ തന്നെ കൈമാറണം. എന്നിട്ട് അപ്പം നിങ്ങളൊരു മണി എക്സ്ചേഞ്ച് നടത്തുകയാണ്, ഞാനൊരു $100 നിങ്ങളെടുത്ത് വന്നിട്ട് തന്നെ ഇതിൻ്റെ ഇന്ത്യൻ മണി തരികയായിരുന്നു. അപ്പം നിങ്ങൾ പറഞ്ഞു വൈകുന്നേരം പൈസ തരുള്ളൂ, ഡോളർ ഇങ്ങോട്ട് തരി, വൈകുന്നേരം തരാമെന്ന്. അത് പറ്റൂല. ഡോളർ വാങ്ങുക, ക്യാഷാണ് കൊടുക്കുക. അത് ഇന്ത്യയിലെ നിയമം അങ്ങനെ തന്നെ, ലോകത്തെല്ലാവരും എക്സ്ചേഞ്ച് നിയമം അങ്ങനെ തന്നെയാണ്. അതെ, അതുകൊണ്ടാണ് ഞാൻ പറയാം, ഡോളറും മിനിമം അഡ്ജസ്റ്റ്മെന്റിനോട് $100 കൊടുത്താൽ നിങ്ങൾക്ക് 7000, 8000, 10000 വാങ്ങാം. അതിന് വ്യത്യാസമില്ല. ഫബീഉ കൈഫ ശിഅ്തും, ഏറ്റക്കുറച്ചിൽ വ്യത്യാസം പ്രശ്നമല്ല. എന്നുവെച്ചാൽ നിങ്ങൾക്ക് 1 റിയാലിന് എക്സ്ചേഞ്ചിന് 22 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 20 രൂപക്കാക്കാം. അത് 2 കൂട്ടും തൃപ്തിപ്പെടണമെന്നേ ഉള്ളൂ. ആകെയുള്ള നിബന്ധന സ്പോട്ടിൽ കൈമാറണം. നാളെ തരാനോ വൈകുന്നേരം തരാനോ എന്നൊന്നും പറയാൻ പറ്റൂല. അപ്പോൾ മണി ട്രേഡിങ്ങും എക്സ്ചേഞ്ചിനും പ്രശ്നമല്ല, ഈ നിയമം പാലിച്ചാൽ മതി. അതെ അതെ, തീർച്ചയായിട്ടും. അല്ല, അത് ശരിയാ, നിങ്ങൾ പറഞ്ഞ ശരിയാ, എല്ലാവർക്കും അറിയണ കാര്യമില്ല.
ചില പൈസ കിട്ടില്ല. ഉദാഹരണം ജപ്പാൻ yen ഉള്ള ആ 500 yen വാങ്ങിച്ചിട്ട് 500 gram പറ്റില്ല. പറ്റൂല അതെ 300 gram. അതെ അപ്പോ ഇപ്പോഴത്തെ കാലത്ത് കറൻസിയുടെ വിലയൊക്കെ നിശ്ചയിക്കുന്നത് ആ പലിശ നിരക്ക് അനുസരിച്ചാണ്. ഇപ്പോഴത്തെ അല്ല. ചില ഒരു ദിവസം മൻമോഹൻസി പറഞ്ഞ ഡീവാലുവേഷൻ ഒരു 2.5 രൂപയുള്ള 4 രൂപ. ആ കറൻസിക്ക് ഒരു വിലയില്ല. അത് ശരിയാണ്, ആ പറഞ്ഞ ശരിയാണ്. പക്ഷേ അതനുസരിച്ചല്ല ഇൻട്രസ്റ്റ് വെക്കുന്നത്. അതൊരു ബന്ധമുണ്ട്. പക്ഷെ ഇസ്തിഹാർ ചെയ്യേണ്ടത് വെച്ചാല് അങ്ങനെയുള്ള ആ ഡിഫറൻസ് പലിശയെ കൂട്ടാൻ പറ്റും. അല്ല, ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഇന്ന് എൻ്റെ അറിവിൽ ലോകത്തിലെ ഏതെങ്കിലും ഒരു ബാങ്ക് നിങ്ങൾ 10 ലക്ഷം രൂപ 10 കൊല്ലം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്താൽ ഇന്നത്തെ സ്വർണത്തിൻ്റെ മൂല്യം അനുസരിച്ച് ലോകത്തിൽ ഏതെങ്കിലും ഒരു ബാങ്ക് തരുമോ? ഇല്ല. അവർ ഇൻട്രസ്റ്റ് തരും. ആ ഇൻട്രസ്റ്റ് ഒരിക്കലും നിങ്ങളെ മൂല്യത്തെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. അപ്പം അതുകൊണ്ട് നിങ്ങളെ മുമ്പിൽ വളരെ കൃത്യമാണ്. നിങ്ങളോട് ഞാൻ 1 ലക്ഷം ഉറുപ്പ്യ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്തോളി? 1 ലക്ഷം തരണ്ട, 1 ലക്ഷത്തിൻ്റെ കോയിൻ തന്നോളി. 1 ലക്ഷത്തിൻ്റെ കോയിനോ അല്ലെങ്കിൽ നിങ്ങളെ ഭാര്യൻ്റെ കഴുത്തിലുള്ള മാലയോ മുപ്പത്തിയേര് കേൾക്കണ്ട, ഊരിയിട്ട് എനിക്ക് തന്നിട്ട് ഇത് കൊണ്ടുപോയിട്ട് നിങ്ങൾ വിറ്റോളി, നിങ്ങൾ എനിക്ക് തിരിച്ച് ഈ മാല കൊണ്ട് തന്നാൽ മതി. അങ്ങനെ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പൈസയാണ് തന്നതെങ്കിൽ പൈസയെ വാങ്ങാൻ പറ്റുള്ളൂ. അമേരിക്കയിൽ 2% പലിശ. നമ്മളിപ്പോ അതെന്താ വെച്ചാൽ നമ്മളെ ഇന്ത്യയിലെ പ്രശ്നം എന്ന് വെച്ചാൽ അതെ, ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ കറൻസി പിന്നെ മൂല്യശോഷണം. ഇന്ത്യ പാകിസ്ഥാനൊക്കെ ഇന്ത്യയുടെ എത്രയോ കഷ്ടപ്പാടാണ് പൈസ. ഈ ഇസ്ലാമിലെ പിന്നെ ഇസ്ലാമിക് എക്കോണമിയെ പറ്റി പഠിച്ച എക്കണോമിസ്റ്റുകൾ പറയുന്നത്, നമ്മൾ ഡോക്ടർ തോമസ് ഐസക്കും ടി ബാലകൃഷ്ണനൊക്കെ അവർ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇസ്ലാമിക് എക്കണോമിക് സിസ്റ്റം വെച്ചാൽ ഈ മൂല്യശോഷണം തന്നെ ഉണ്ടല്ലോ, കാരണം പലിശ അല്ലല്ലോ. അതെ. അപ്പം അതുകൊണ്ട് മൂല്യശോഷണത്തെ പരിഹരിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ വച്ച നിർദ്ദേശം, നിങ്ങൾ ഏത് മൂല്യമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ മൂല്യത്തിൻ്റെ വസ്തു കൊടുക്കുക. ഞാനൊരിക്കൽ പറയാം, നിങ്ങൾ കുറച്ച് ഓളോ ബ്രിസ് മേടിച്ചു കൊടുത്തോളി. ഓളോ ബ്രിസിന് ഓരോ കൊല്ലവും 40 റുപ്യ കൂടുന്നുണ്ട്. നിങ്ങളെ കണ്ണൂരാണെങ്കിൽ വെട്ടല് വെച്ചോളി. ഒരു ലോഡ് ഒരാൾ 10,000 റുപ്യ വെച്ച് ഒരു ഓട്ടോറിക്ഷയെ കുറച്ച് വെട്ടലാണ് വെച്ച് കൊടുത്തുകൊണ്ട്, എന്നാൽ പിന്നെ അയാളോട് വെട്ടലിനെ തിരിച്ചു വാങ്ങാം. അതൊരു ഉദാഹരണം പറഞ്ഞാൽ, സ്വർണം കൊടുത്താൽ മതി. എന്നോട് ഒരാളോട് 10 ലക്ഷം റുപ്യ എന്ന് ചോദിച്ചാൽ ആ 10 ലക്ഷം റുപ്യേൻ്റെ സ്വർണം വാങ്ങിക്കൊടുത്താലും മതി. കാരണം നിങ്ങൾ അയാൾക്ക് കൊടുക്കണ സ്വർണ്ണ. അതുകൊണ്ട് അയാളോട് നിങ്ങൾക്ക് 10 കൊല്ലം കഴിയുമ്പോൾ ആ സ്വർണം ചോദിക്കാം. അങ്ങനെ ബാങ്കിങ്ങിലും ഉണ്ട് അത്. അതായത് നേരത്തെ 10 കൊല്ലത്തേക്ക് 100 ഗ്രാമിന്റെ പൈസ അന്നത്തെ വാല്യൂ നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യുക. പറയുന്നത് സർട്ടിഫിക്കറ്റ് 100 ഗ്രാം ആണ്. അത് 10 കൊല്ലം കഴിഞ്ഞാല് ആ 100 ഗ്രാം, ഇതിപ്പോ 100 ഗ്രാം എന്ന് പറഞ്ഞാൽ ഭയങ്കര 100 ഗ്രാം തരും. അതിന്റെ ഇടയ്ക്ക് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഒരു ഇൻട്രസ്റ്റ് ചെയ്തിട്ട് അത് വേണമെങ്കിൽ ചാരിറ്റി ആയിട്ട് നമുക്ക് കൊടുക്കുകയും ചെയ്യാം. 10 കൊല്ലം കഴിഞ്ഞാല് ആ 100 ഗ്രാം എന്ന് പറഞ്ഞാൽ ഇന്ന് 100 ഗ്രാം. പക്ഷെ അതിൽ ഇസ്ലാമിൻ്റെ ഒരു നിയമം എന്താ വെച്ചാൽ, സ്വർണം ഇടപാട് ഒക്കെ ആവുമ്പോൾ ഇത്തരം ഇടപാടിൽ കൈമാറുന്ന വസ്തുവാണ് പരിഗണിക്കുക. കൈമാറ്റം നടക്കുമ്പോൾ സ്വർണമാണോ ക്യാഷാണോ എന്നാ നോക്കുക. കാരണം ഇത് നേരെ തിരിച്ചാവും ചെയ്യാം. നമ്മളിപ്പോൾ ഒരുമാതിരിയല്ല. കുവൈറ്റിലെ സദ്ദാം കയറി പിടിച്ചപ്പോൾ ലോകത്തിൽ ഏറ്റവും മൂല്യം ഉണ്ടായിരുന്ന കറൻസിയിൽ പെട്ടിരുന്നു കുവൈറ്റ് ദീനാറ്. സദ്ദാം കയറി പിടിച്ചോടുകൂടി നേരെ ഉൾട്ടയായി. സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ റൂബിൾ ഏതാണ്ട് യൂറോപ്യൻ പിന്നെ പൗണ്ടിൻ്റെ ഒക്കെ സ്റ്റെർലിംഗ് പൗണ്ടിൻ്റെ ഒക്കെ ഏതാണ്ട് ഇതുണ്ടായിരുന്നു. ഗോർബച്ചോവ് ഇതങ്ങോട്ട് പിരിച്ചുവിടുന്നതോടുകൂടി നേരെ അട്ടിമറിഞ്ഞു. അപ്പം അങ്ങനെ സംഭവിക്കാം. ഒരു കാർ വാങ്ങിക്കാൻ ഒരു സൂട്ട്കേസിൽ പൈസ റഷ്യ തിരിച്ചു പോകുന്ന കാർ നിറയെ പൈസ എടുത്ത് സൂട്ട്കേസ്. അതെ. അത് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ അങ്ങനെയൊക്കെ സംഭവിക്കും. ഇനി ചോദിക്കാത്ത ആൾക്ക് അവസരം കൊടുക്കി. ചോദിക്കാൻ വേണ്ടി പറഞ്ഞേ എന്താ പറഞ്ഞാല് ഈ ഭർത്താവിന്റെ ഈ പോക്കറ്റിൽ മറ്റേ പറഞ്ഞത് ഞാനിത് വന്നല്ലോ അറിയാണ്ട് പൈസ വീട്ടാവശ്യത്തിന് മറ്റേ എടുത്തിട്ട് കുടുംബക്കാർ ചെലവ് പറ്റുമ്പോ അതിന്റെ മാന എന്തായിരുന്നു? അതായത് വീട്ടിലെ ചെലവ് നടത്തേണ്ട ബാധ്യത ഭർത്താവിനാണ്. ഭാര്യ എത്ര പൈസക്കാരിയായാലും ശരി, വീട്ടിലെയും മക്കളുടെയും ഭാര്യയുടെ ഡ്രസ്സും ഭക്ഷണവും കൂടി ആരുടെ ചുമതലയാണ്? ഭർത്താവിൻ്റെ. അതുകൊണ്ടാണ് അനന്തരാവകാശം കൂടുന്നത്. ഭാര്യൻ്റെ പൈസ ഒരു നയാ പൈസ എടുക്കാൻ ഭർത്താവിന് ഇസ്ലാമിൽ വകുപ്പില്ല. അനുവാദത്തോടു കൂടിയല്ലാതെ. നിങ്ങൾ നല്ലോണം പഠിച്ചോളി. അതായത് ഒന്നും കൂടി പറയാം, ഭാര്യയുടെ സ്വത്തിൽ നിന്ന് ക്യാഷാവട്ടെ മറ്റെന്താവട്ടെ ഒരു നയാ പൈസ എടുക്കാൻ ഭർത്താക്കന്മാർക്ക് അവകാശമില്ല. എന്നാൽ ഭർത്താക്കന്മാരുടെ സ്വത്തിൽ നിന്ന് ന്യായമായ അവകാശം കിട്ടിയിട്ടില്ലെങ്കിൽ
അങ്ങനെ ആവശ്യമുള്ളത് എടുക്കാൻ അനുവാദമുണ്ട്. ഹദീസ് പിടിച്ചോളി, ഹദീസ് പിടിച്ചോളി. ഹിന്ദ് റളിയല്ലാഹു അൻഹ ഞങ്ങൾ കേട്ടണോ? അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് റളിയല്ലാഹു അൻഹ, അവർ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. അതായത് ഹംസ റളിയല്ലാഹു അൻഹയുടെ മാറ് പൊളർന്ന് കരൾ കടിച്ച് തുപ്പി ആരാണ്? ഹിന്ദ്. ഈമാൻ അങ്ങോട്ട് ഉള്ളിൽ കയറി ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അവർ വന്ന് ചോദിക്കുകയാണ്, ഇന്ന അബാ സുഫിയാൻ, ബുഖാരിയിലുള്ള ഇന്ന അബാ സുഫിയാൻ റജുലുൻ ഷഹീഹുൻ ബഖീലുൻ, ഈ അബൂ സുഫിയാൻ എൻ്റെ ഭർത്താവ് മഹാപിഷ്കന, ലാ യുൻഫിഖു യാ ലാ യുഅ്തീനി മാ യക്ഫീനി വവലദി, എനിക്കും കുട്ടികൾക്കും ആവശ്യമുള്ളതൊന്നും മൂപ്പര് തരുന്നില്ല. എന്നിട്ട് ചോദിക്കുക, ഞാൻ മൂപ്പര് അറിയാതെ പോക്കറ്റിൽ നിന്ന് എന്തെങ്കിലും വലിച്ചാൽ എനിക്ക് കുറ്റമുണ്ടോന്ന്? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖുദീ മാ യക്ഫീകി വവലദകി, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ആവശ്യമുള്ളത് മൂപ്പര് തരുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ലേശം സോഫ്റ്റ് ആണ് കേട്ടോ, ഒന്നായിട്ട് അടിയ മാറി കളയരുത്. ആ സാദിഖ് സാഹിബിന്റെ അടുത്ത് 10 സെന്റ് സ്ഥലം ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ട് 2 ലക്ഷം രൂപ പ്രകാരമാണ് ഞാൻ അഡ്വാൻസ് കൊടുക്കുന്നത്. ഞാൻ പറയുന്ന ആൾക്കോ കച്ചവടം ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അതേ അല്ല ക്ലിയർ ആക്കി. നിങ്ങൾക്കോ നിങ്ങൾ പറയുന്ന ആൾക്കോ എന്നാണ് പറയുന്നെങ്കിൽ കച്ചവടം നടക്കണില്ല. ആ ആ അത് ഞാൻ മുസ്താഖ് അത് 4 ലക്ഷത്തിന് 4 ലക്ഷത്തിന് 10 20 ലക്ഷത്തിന് എടുത്തിട്ട് 40 ലക്ഷത്തിന് നോക്കുന്ന ഞാൻ എടുക്കാണ്. ഞാൻ 1 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കുന്നു. 30 ഓറും തമ്മിലാണ് കച്ചവടം നടക്കുന്നത്. കച്ചവടമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ 1 ലക്ഷം കൊടുക്കാനും പാടില്ല, മൂപ്പർ അത് വാങ്ങാനും പാടില്ല. കച്ചവടമാണ് നടക്കുന്നെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എനിക്കത് നല്ലോണം മനസ്സിലായ ചോദ്യം. ഇവിടെ നാട്ടിൽ നടക്കണം തന്നെയാണ്. അതായത് നിങ്ങൾ അയാളോട് സാദിഖ് സാഹിബിനോട് നിങ്ങളാണോ വാങ്ങണത്? നിങ്ങളാണ് വാങ്ങണമെങ്കിൽ വില ഫിക്സ് ആവണം. ഇതാ നിങ്ങളുടെ അടുത്ത് 10 സെന്റ് സ്ഥലം ഞാൻ വാങ്ങുന്നു, അതിന് 50 ലക്ഷം രൂപ അഡ്വാൻസ് ഇതാ പിടിച്ചോളി. 50 ലക്ഷം ഉറപ്പായി. അപ്പം നിങ്ങൾ അബ്ദുൽ ഖാദർ സാഹിബിനോട് പറയും, ഞാനിങ്ങനെ സാദിഖ് സാഹിബിൻ്റെ അടുത്ത് നിന്ന് 10 സെന്റ് സ്ഥലം വാങ്ങിക്കണ്, 50 ലക്ഷം ഉറുപ്പ്യ വില പറഞ്ഞ് അഡ്വാൻസും കൊടുത്തിക്കണ്. അപ്പം നിങ്ങൾ അദ്ദേഹം വാങ്ങിയതല്ല നമ്മൾ പറയാ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് ആർക്കും വിൽക്കാം. കാരണം നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞു. അതായത് നിങ്ങളിങ്ങനെ പറയാ 50 ലക്ഷം വില അല്ലേ, എന്നാൽ ഞാനിപ്പോൾ അഡ്വാൻസ് തരാം, ഞാൻ പറയുന്ന ആൾക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. അപ്പം നിങ്ങൾ വാങ്ങല്ല. മാത്രമല്ല വാങ്ങിയത് ആരാന്ന് ഇദ്ദേഹത്തിനോട് പറയാനും പറ്റൂല. അത് അള്ളാഹു ആലം. അങ്ങനെ അള്ളാഹു ആലം കച്ചവടത്തിന് പറ്റൂല. അത് പറ്റൂല. നിങ്ങളായിരിക്കണം അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. കാരണം നാളെ അദ്ദേഹത്തിൻ്റെ അവിടെ ആ സ്ഥലം വിൽക്കാൻ പാടില്ല എന്ന് കോടതി ഓർഡർ വന്ന്, അപ്പം നിങ്ങളെ കായ് പോയി. അദ്ദേഹം ഒന്നും അറിയണ്ട, കാരണം വിറ്റ് കഴിഞ്ഞല്ലോ. അവിടെയൊക്കെ ഉത്തരവാദിത്തം വരെ അവിടെയാണ്. ചില ആളുകളുണ്ട് അഡ്വാൻസേ കൊടുത്തിട്ടുള്ളൂ, രജിസ്ട്രേഷൻ ആകുമ്പോൾ മറിച്ച് വിൽക്കാൻ പറ്റുമോ, രജിസ്റ്റർ ചെയ്തോ ഇല്ല എന്നുള്ളതല്ല, കച്ചവടം മുറിഞ്ഞോ ഇല്ല എന്നുള്ളതാണ് വിഷയം. കാരണം അങ്ങനെ അല്ലെങ്കിൽ സോപ്പും വെക്കാൻ പറ്റൂല. കാരണം റെക്സോണ സോപ്പ് കമ്പനി ഇങ്ങോട്ട് ഇറക്കി തരിക ചെയ്യുക. അതിൻ്റെ പൈസ ഞാൻ 1 മാസം കഴിഞ്ഞിട്ട് കൊടുക്കുക. നിങ്ങൾ ഇതിനെ തേക്കാൻ വന്നിട്ട് ഒരു സോപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വില ഞാൻ കൊടുത്തിട്ടില്ല അറിയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ വാചകം വെക്കാം, പക്ഷെ വിൽപ്പന എന്നാന്ന് പറയില്ല. അപ്പൊ എന്നാൽ ഇന്നത്തെ 8:45 ഞാൻ പറഞ്ഞല്ലോ, ചോദ്യം തീരാനും പാടില്ല. ഇനി ഇൻഷാ അല്ലാ നിങ്ങളൊരു ക്യാമ്പോ 1 ഡേ പ്രോഗ്രാമോ വെച്ചോളി. ബാക്കി ചോദ്യങ്ങളൊക്കെ നമുക്കപ്പോൾ തീർക്കാം. വളരെ സന്തോഷം. പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ വളരെ താല്പര്യപൂർവ്വം. പിന്നെ ഞാൻ ചില ആളുകളെ അബ്ദുൽ ഖാദർ സാഹിബിൻ്റെയും മുസ്താഖ് ഡോക്ടറെയും സാദിഖ് സാഹിബിൻ്റെ പേര് പറഞ്ഞ ഉദാഹരണങ്ങൾ ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. ഹലാലായത് സമ്പാദിച്ച് ഹലാലായ മാർഗത്തിൽ ചെലവഴിച്ച് മനസമാധാനത്തോടെ ഈമാനോടെ മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിൽ പോകാനുള്ള സൗഭാഗ്യം നമുക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കളാണെങ്കിൽ അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അള്ളാഹു അവർക്ക് ആഫിയത്തും ഈമാനും പ്രദാനം ചെയ്യുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.